ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോട്ട് വരുന്നത് എന്താണ്? മാവേലിയാണോ സദ്യയാണോ? സദ്യ, ഓഫ് കോഴ്സ് സദ്യ. സിദ്ധാർത്ഥ്, ഫണി, നന്ദിത, എമ്പത്തറ്റിക്, മനസ്വിനി, മോഡൽ, നൈനിത, മെച്ചോർ, മന്യ, ക്യൂട്ട്. ലാലേട്ടൻ. കസിൻസ് കസിൻസ് കല്യാണത്തിലില്ല, പക്ഷെ ഞങ്ങളുടെ ടീം ചെയ്തതിലുണ്ട്. മമ്മൂട്ടി കമ്പനികളുടെ വർക്ക് ചെയ്യണം. അത് അവരുടെ ഒരു പ്രൊഫഷണലിസം, അത് ഭയങ്കര വീര പരിപാടിയാണ്. മമ്മൂക്കിയുടെ പടങ്ങളാണ് ചെയ്യാൻ, അപ്പം അതിൻ്റെ ഒരു ഭാഗമാവണം എനിക്ക് ഭയങ്കര ആഗ്രഹം. അവരുടെ ആ ഒരു ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, ദ വേ ദി വർക്ക്. കുറെ ഓരോ പ്രൊഡക്ഷൻ ഓരോ രീതിയിലല്ലേ വർക്ക് ചെയ്യാം. അവരുടെ പ്രൊഡക്ഷനെ പറ്റി ഞാൻ കുറെ കേട്ടു. ഐ ഹോപ്പ് വൺ ഡേ ഐ വുഡ് ബി ഏബിൾ ടു മീറ്റ് യു. എന്റെ ശബ്ദം കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ശബ്ദമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നായകന്റെ ശബ്ദമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും എങ്ങനെയാ കസിൻസ് ആൻഡ് കല്യാണംസിലേക്ക് എത്തിയത്? അതിന് മുന്നേ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതറിയാം. ബട്ട് എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? അത് ബേസിക്കലി ഇതിന്റെ മെയിൻ പ്രൊഡ്യൂസർ അദ്ദേഹം ഒരു റീൽ കണ്ടിട്ട്, പുള്ളിക്കാരൻ ഡയറക്റ്റ്ലി വിളിച്ചല്ല, എന്നോട് പറഞ്ഞതാണ് അദ്ദേഹം ഇങ്ങനെ ഒരു റീൽ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ റീൽ കണ്ടിട്ട് ഇവനെ അന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. ഒരു കൊല്ലമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് വർക്കൊന്നും ഇല്ലാതെ പിന്നെ ചെറിയ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ മെയിൻ പ്രോജക്ട്സ് ആയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ്, പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിലൊരു ബിലീഫ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും വരും, ഡിസംബർ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഇതോടെ പരിപാടിയെല്ലാം തീർന്നു. പക്ഷെ കറക്റ്റ് ഡിസംബർ ആയപ്പോൾ എനിക്ക് കസിൻസ് കല്യാണം. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയിൽ ഇനിയും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് നിൽക്കാം, എങ്കിൽ പോകണ്ട. എന്തോ ഒരു ദൈവമോ യൂണിവേഴ്സോ തരുന്നൊരു ഇതാണ്, ഒരു സൈനാണ്. അതായത് പോരുത്, വെയിറ്റ്, പരിപാടി വരും. ഹായ്, ഹലോ, വെൽക്കം ടു ഇൻഫോടെക് സ്റ്റുഡിയോസ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സോ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന ആൾ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരുപാട് പെൺകുട്ടികളുടെയും ഒരു ഹാർട്ട് ത്രോബാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ്. എനിക്കൊന്ന് അതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലതായിട്ട് പറയണമെങ്കിൽ, ആക്ടിങ് ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാനൊരു ആക്ടർ ആവണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേർക്കും ഒരു വലിയ ഇൻസ്പിറേഷനാണ് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത്. സോ വെൽക്കം കൃഷ്ണ വിജയ്. സോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? സുഖം. ഓണമൊക്കെ എവിടെ എത്തി? എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുന്നേ ഉള്ളൂ. അടുത്ത ആഴ്ച ഓണാവും. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, എക്സൈറ്റ്മെന്റ് എല്ലാം ഉണ്ട്. ഈ ഒരു പേര് കൃഷ്ണ വിജയ്, ആ പേര് ശരിക്കും അങ്ങനെ തന്നെയാണോ പേര്, അതോ കുറച്ചൊരു ഇതിനു വേണ്ടിയിട്ടോ പേരാണോ? അല്ല, എൻ്റെ ശരിക്കുള്ള പേര് കൃഷ്ണ വിജയ ചന്ദ്രൻ എന്നാണ്. പിന്നെ അത് പറഞ്ഞു വരുമ്പോഴത്തേക്കും, ഞാൻ തന്നെ പറഞ്ഞു വരുമ്പോഴത്തേക്കും കുറച്ച് സമയം പോകുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കൃഷ്ണ വിജയ് എന്നാക്കി, അത്രേ ഉള്ളൂ. ഈ ഫിലിമിലൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ചില ആക്ടേഴ്സൊക്കെ പേരിങ്ങനെ മാറ്റാറുണ്ട്, ഒരു കുറച്ചുകൂടെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യാൻ, അവരുടെ പേര് കുറച്ചും കൂടെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ചിലവർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ചിലവർ അതിന് ആവശ്യമില്ലെന്ന് പറയുന്നത്. അത് ഈ റിമംബറൻസിന് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ പേര് ആരെങ്കിലും ചോദിക്കണം, ഹായ് എം കൃഷ്ണ വിജയ് ചന്ദ്രൻ എന്ന് പറയുന്നതിനേക്കാളും ഹായ് എം കൃഷ്ണ വിജയ് പറയുന്നതല്ലേ കുറച്ചുകൂടി എളുപ്പം, ഓർത്ത് വയ്ക്കാനും കുറച്ചുകൂടി എളുപ്പമല്ലേ അത്. അതായിരിക്കും അതിൻ്റെ മെയിൻ റീസൺ, അതല്ലാതെ എനിക്ക് അറിയില്ല. ഓക്കെ. ഇപ്പം ഒരു ആക്ടർ ആയി കഴിഞ്ഞപ്പോഴുള്ള ഇപ്പോഴത്തെ ഓണവും പണ്ടത്തെ ഓണം തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ കൂടുതൽ എനിക്കൊന്ന് സെറ്റ്സിലൊക്കെ ആയിരിക്കാം. സോ ആ ഒരു ഡിഫറൻസ് എന്താണ്? പണ്ടത്തെ ഓണം ഇപ്പോഴത്തെ ഓണം തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കുഞ്ഞിലെ അപ്പോൾ ഈ കസിൻസ് എല്ലാവരും കൂടെ ഒത്തുകൂടുമായിരുന്നു, ഫാമിലി എല്ലാം കൂടെ ഒരു ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊരു ഓളമായിരുന്നു. ഇപ്പോൾ പലരും പല സ്ഥലത്തല്ലേ, അപ്പോൾ ആൾക്കാർ വളരുന്നതനുസരിച്ച് ജോലി കിട്ടി എൻ്റെ പല കസിൻസും പല രാജ്യത്തേക്ക് പോകും. അപ്പോൾ അവരെയൊക്കെ ഒരു സമയത്ത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു സന്തോഷമൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുഞ്ഞിലാകുമ്പോഴത്തേക്ക് എല്ലാവരും ഒരുമിക്കുന്നതിൻ്റെ ആ ഒരു ഒത്തൊരുമയുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതിപ്പോൾ കുറവാണ്. ബട്ട് ദെൻ എന്നിരുന്നാലും ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാനൊക്കെ. അപ്പോൾ ആ ഒരു സാധനമാണ് മെയിനായിട്ട് മിസ് ചെയ്യുന്നത്. അതല്ലാതെ സെറ്റ് ഇപ്പോൾ ഷൂട്ടുണ്ടെങ്കിൽ, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഷൂട്ടാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ സെറ്റിലായിരിക്കും. അതും അതിലേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഷൂട്ട് നടക്കുമ്പോഴത്തേക്ക് കുറേ കാലം ആ ഒരു എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഫാമിലി പോലെ ആണല്ലോ. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെയും ആ ഒരു ഷൂട്ടിൻ്റെ സ്ട്രെസ്സും തിരക്കും അല്ലാത്ത രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നതും നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ രണ്ടായാലും ഐ ആം ഹാപ്പി. സദ്യ ഉണ്ടല്ലോ. ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോട്ട് വരുന്നത് എന്താണ്? മാവേലിയാണോ സദ്യയാണോ? സദ്യ, ഓഫ് കോഴ്സ് സദ്യ. സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ?
സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആളാണ്. സോ എല്ലാ കറികളും എനിക്കിഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്തൊരെണ്ണം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മധുരമുള്ളൊരു സാധനമുണ്ടല്ലോ, എന്താ അതിൻ്റെ പേര്, പച്ചടിയോ ഒരു മറ്റേ മുന്തിരിങ്ങ എല്ലാം ചില സമയത്ത് ഒക്കെ ഇട്ട് തരത്തില്ലേ. പേരറിയത്തില്ല. അതെ. കൊള്ളാം. ആ മധുരമുള്ള ഒരു വിഭവം ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഈ ഒരുപാട് നല്ല ഫുഡി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം, ഞാൻ ശരിക്കും നമ്മുടെ സീരീസ് കസിൻസ് ആൻഡ് കല്യാണംസ് കണ്ടപ്പോഴേക്കും ആള് ഭയങ്കര കുഞ്ഞൊരാളാണെന്ന് തോന്നി. പക്ഷെ നേരിട്ട് കണ്ടപ്പോഴേക്കും ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ ഫീൽ ചെയ്ത്. എന്താ അത്, അങ്ങനെ ഒരു വ്യത്യാസം? ആദ്യത്തെ കുറച്ച് എപ്പിസോഡ് മാത്രമല്ലേ കണ്ടുള്ളൂ, പിന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലോ. അതതിന്റെ കാരണം. സോ അതില് ബേസിക്കലി ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ ഇതൊരു 25 കൊല്ലം നടക്കുന്ന കഥയാണല്ലോ. അപ്പൊ 16 വയസ്സ് തൊട്ട് ഒരു 34-36 വയസ്സ് വരെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ജേർണിയിൽ ഒരു ചേഞ്ച് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനായിട്ട് എഫേർട്ട് ഇട്ട് വർക്ക്ഔട്ട് ചെയ്ത് ഡയറ്റ് ചെയ്ത്. ഡയറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് വലിയ ഡയറ്റ് ഒന്നും അല്ല, ബട്ട് സൈസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിയുക. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു എഫേർട്ട് ഇട്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് വലുതായതാ. ഇത് ശരിക്കും അങ്ങനെ, അതായത് ഡയറക്ടർ പറഞ്ഞിട്ട് അങ്ങനെ മാറിയതാണോ? അല്ലല്ലോ, ഇത് എന്റെ തന്നെ താല്പര്യത്തിൽ ഞാൻ തന്നെ കൊടുത്ത ക്യാരക്ടർ. അപ്പൊ ആ ഒരു പുഷ് എങ്ങനെയാ ഡെയിലി അത് ചെയ്യാനായിട്ടുള്ള ഒരു പുഷ്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓൾറെഡി ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് ചെയ്യാറുണ്ട്, എളുപ്പമാണ്. പിന്നെ അതല്ലാതെ ഒരു മോട്ടിവേഷൻ എന്ന് പറയാനായിട്ട് ഈ സിനിമ തന്നെ, ഐ മീൻ ഈ സീരീസ് തന്നെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം എന്ത് പ്രോജക്റ്റ് ആണെങ്കിലും അതിന് 100% എഫേർട്ട് ഇടുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അത് ആ പ്രോജക്റ്റിന്റെ വലുപ്പവും ചെറുപ്പം അറിയാതെ തന്നെ അത് റിഗാർഡ്ലെസ് ഓഫ് ഓൾ ദാറ്റ് എന്തായാലും എൻ്റെ ക്യാരക്ടറിനെ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ നന്നാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത് ഞാൻ ഈ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പേ ആലോചിച്ചപ്പോഴത്തേക്ക് എന്താണ് 25 വർഷത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ആ ക്യാരക്ടർ കുറച്ചുകൂടെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ. ഇപ്പോൾ ഒരേപോലെ നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ 25 കൊല്ലത്തെ ജേർണി കാണിക്കുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ ഒരേപോലെ ഇരിക്കുന്നതാണോ, അല്ലാതെ ഒരു 16 വയസ്സിൽ നിന്ന് ഒബ്വിയസ്ലി 36 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും ഒരു സാധാരണ മനുഷ്യനൊരു ചേഞ്ച് ഉണ്ടാവില്ല. ആ ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിച്ചു, അത് വർക്കായെന്നാണ് എൻ്റെ വിശ്വാസം. ആൾക്കാർ കാണുമ്പോൾ പറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ ചേഞ്ച് കാണുന്നുണ്ടെങ്കിൽ. സോ അത് എഫേർട്ടാണ്, അത് ഒരു ആഗ്രഹം, അത്രേ ഉള്ളൂ. അതെ, അത് ചെയ്യാനെടുത്തൊരു ഇനിഷ്യേറ്റീവിന് ഒരു ബിഗ് സല്യൂട്ട്. ഞാൻ വിചാരിച്ചു അത് ആരെങ്കിലും പറഞ്ഞ് ചെയ്തതായിരിക്കും എന്ന് ചോദിച്ചു. പക്ഷെ സ്വന്തമായിട്ടൊരു പുഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ആ വർക്കിൽ കമ്മിറ്റഡ് ആയ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. അടിപൊളി. ഇനി ചോദിക്കാനുള്ളത്, നമ്മുടെ കസിൻസ് ആൻഡ് കല്യാണംസിൽ ഒരുപാട് കസിൻസ് ഉണ്ട്. സോ അതുപോലെ റിയൽ ലൈഫിൽ നമ്മൾ ആദ്യം പറഞ്ഞപ്പോഴും കസിൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിയൽ ലൈഫിൽ ഒരുപാട് കസിൻസ് ഉള്ള ആളാണോ? ആൻഡ് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടോ? ഒരുപാട് കസിൻസ് ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു റിയലിലും ഇവർ രണ്ടുപേരും ഏകദേശം ഒരുപോലെ ഉണ്ടല്ലോ എന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ ഈ കസിൻസ് സീരീസിൽ അശ്വതി എന്ന് പറഞ്ഞ ക്യാരക്ടർ പോലെ എനിക്ക് കസിൻ ഉണ്ട്. സെയിം, എപ്പോഴും ഭയങ്കര സിമിലാരിറ്റി ഉണ്ടെന്നല്ല, ബട്ട് സിമിലർ, ഒരു ഐ ക്യാൻ റിലേറ്റ് എന്നുള്ള രീതിയിൽ അശ്വതിയായിട്ട് റിലേറ്റബിൾ ആയിട്ടുണ്ട്. അതല്ലാതെ വേറെ ആരുമില്ല. എൻ്റെ കസിൻസ് മൊത്തം വേറെ രീതിയാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു ഓണത്തിന് നമ്മൾ സദ്യ കഴിക്കാനായിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ആരെ ക്ഷണിക്കും? നമ്മുടെ കസിൻസ് ആൻഡ് കല്യാണംസിൽ നിന്ന് ഒബ്വിയസ്ലി എല്ലാവരും ക്ഷണിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഒരാളൊന്നുമില്ല. ഈ ശരിക്കും എങ്ങനെയാ കസിൻസ് ആൻഡ് കല്യാണംസിലേക്ക് എത്തിയത്? അതിന് മുന്നേ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതറിയാം, ബട്ട് എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? അത് ബേസിക്കലി ഇതിൻ്റെ മെയിൻ പ്രൊഡ്യൂസർ അദ്ദേഹം ഒരു റീൽ കണ്ടിട്ട്, പുള്ളിക്കാരൻ ഡയറക്റ്റ്ലി വിളിച്ചാൽ എന്നോട് പറഞ്ഞാണ് അദ്ദേഹം ഇങ്ങനെ ഒരു റീൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ റീൽ കണ്ടിട്ട് ഈ ഇവനെ അന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ ഇവരെ നമ്പർ എടുക്കാൻ വേണ്ടി നമ്മുടെ വിവേകാനൊരുത്തില്ലേ, നമ്മുടെ ലോക്കിയുടെ ഒക്കെ കാസ്റ്റിംഗ് ഡയറക്ടർ, അപ്പോൾ ചേട്ടനാണ് എന്നെ ആദ്യം വിളിച്ചത്. ചേട്ടനെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ പരിപാടി ഉണ്ട്, ഒന്ന് പോയി നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ പിന്നെ ഒരു ഇൻഹൗസ് കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു അവിടെ, വിജു എന്ന് പറഞ്ഞു, വിജു അമരാവതി. അപ്പോൾ വിജു ചേട്ടനാണ് എന്നെ വിളിച്ചതും സംസാരിച്ചതും ഒക്കെ. അപ്പോൾ ഞാൻ പോയി കണ്ടു, അങ്ങനെ ഡിസ്കസ് ചെയ്തു, ഇതിൻ്റെ കഥ പറഞ്ഞു, എനിക്ക് വർക്കായി, ഒരു സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്നും എനിക്ക് മനസ്സിലായി. പിന്നെ അങ്ങനെയാണ് ഇതിലേക്ക് ഇന്നാവുന്നത്. സോ പ്രൊഡ്യൂസർ കണ്ടു, പിന്നെ അവർ ഇവർ ടീമിൻ്റെ അടുത്ത് പറഞ്ഞു, വിജു ചേട്ടൻ തപ്പി പിടിച്ച നമ്പർ വിവേകേൻ്റെ അടുത്ത് നിന്ന് നമ്പർ എടുത്തു, എന്നിട്ട് എന്നെ വിളിച്ചു. സോ ഇപ്പം ഒരുപാട് ആക്ടേഴ്സിനോടും ചോദിക്കണം എന്ന് ആഗ്രഹിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും ഡു യു ബിലീവ് ഇൻ ഫേറ്റ്? വിധിയുണ്ടോ? അതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ വിധി മാത്രമല്ല, ആഗ്രഹം കൂടെ വേണം. നല്ല ശക്തമായ ആഗ്രഹം കൂടെ ഉണ്ടെങ്കിലേ പരിപാടിക്ക് നടക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒത്തിരി അത്യാവശ്യം സ്ട്രഗിൾ ചെയ്ത ഒരാളാണ്. ഈ ഇൻഡസ്ട്രിയിൽ വരാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും സ്ട്രഗിൾ ചെയ്യും. ഒരു 6-7 കൊല്ലമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇതിലേക്ക് എങ്ങനെ വരാം,
എനിക്ക് പറ്റുന്ന ഈ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ അടുത്തെല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇതിലേക്ക് ഒന്ന് കയറിപ്പെടുക, എന്താണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, എങ്ങനെയാണ് വരിക. അങ്ങനെ ചോദിച്ച് പല കാര്യങ്ങളും പഠിച്ച് ഓരോ ഓഡിഷൻ കോളും അറ്റൻഡ് ചെയ്ത്. അപ്പോൾ ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഞാൻ MBA മാർക്കറ്റിംഗ് ചെയ്തു. അതിന് മുമ്പായിട്ട് ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ചെയ്തു. അപ്പം അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് നേരെ നാട്ടിലേക്ക് വരും. ഒരു വലിയ ട്രാവലായിരുന്നു. അതായത് കേരളം കർണാടക കേരളം ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോയിരുന്നു. അപ്പോൾ ഓരോ മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഓഡിഷനോ ഒക്കെ ഞാൻ നേരെ അവിടുന്ന് രാത്രി ഇറങ്ങും, രാവിലെ വരും. 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബസ് കേരളത്തിൽ ഇറങ്ങും. എന്നിട്ട് അപ്പോൾ ഇവിടെ നിൽക്കാറൊന്നും സ്ഥലമില്ല, നേരെ പോയി അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് പോകണ്ടേ ഓഡിഷനൊക്കെ, നേരെ പോയി മെട്രോ സ്റ്റേഷനിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി ചേഞ്ച് ചെയ്ത് ഡ്രസ്സൊക്കെ മാറി നേരെ ഓഡിഷന് പോകും. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ രാത്രി തിരിച്ച് ക്രൈസ്റ്റിലാണ് അറ്റൻഡൻസ് ഇഷ്യൂ ആവും. അപ്പോൾ നേരെ തന്നെ രാത്രി ബസ് കയറി അല്ലെ ട്രെയിൻ കയറി ബാംഗ്ലൂരിലും പിന്നെ ക്ലാസ് ചെയ്യും. ഇതായിരുന്നു 2-3 ദിവസം, ഒരാഴ്ചയൊക്കെ അടുപ്പിച്ച് ഞാനിത് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ ഇറ്റ് വാസ് ഹെക്ടിക്. പിന്നെ ഓരോ തവണ എല്ലാ ഓഡിഷനും കിട്ടണമെന്നില്ലല്ലോ. നമുക്കൊരു ഉണ്ടാകുന്നൊരു മെൻ്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഭീകരമാണ്. പിന്നെ എല്ലാ സൈഡിൽ നിന്നും പറയും ഈ ഇൻഡസ്ട്രിയിലേക്ക് വരരുത്, ഇതൊരു മോശം ഇൻഡസ്ട്രിയാണ്, ഇത് ഭയങ്കര കഷ്ടപ്പാടാണ്, ചിലപ്പോഴേ വർക്കാവുള്ളൂ, ക്ലിക്കാവുള്ളൂ. അപ്പോൾ തന്നെ എന്നിരുന്നാൽ എത്രത്തോളം നെഗറ്റിവിറ്റി ഞാൻ കേട്ടാലും എനിക്ക് ഇതിലൊക്കെ ഒന്ന് ശ്രമിക്കണമെന്നുണ്ട്. ബിക്കോസ് എനിക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര സ്ട്രഗിൾ ആണെങ്കിലും അതൊന്നും എനിക്ക് ഇപ്പോൾ വേറൊരാൾ എന്നോട് പറയുമ്പോഴാണ് ശരിയാണല്ലോ, ഭയങ്കര ഒരു ഹെക്ടിക് ജേണി ആയിരുന്നു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ജേണി. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. പിന്നെ ഫെയ്റ്റിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് ചോദിച്ചാൽ ഐ ഡു ബിലീവ് ഇറ്റ്. ബിക്കോസ് കഴിഞ്ഞൊരു വർഷം ഞാൻ കുറേ ഓഡിഷന് പോയി. അപ്പോൾ ഈ താടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ വേറൊരാളാണ് കംപ്ലീറ്റ്ലി. അപ്പോൾ കുറേ സമയത്ത് ഞാൻ എന്താ പറയുക, എല്ലാവരും ഓക്കെയാണ്, അഭിനയം വർക്കാണ്, സെറ്റാണ്. പക്ഷെ പിന്നെ ഒരു ക്യാരക്ടറിലേക്ക് നോക്കുമ്പോഴത്തേക്കും ചില സമയത്ത് ആ ഒരു റോനെസ്, ആ ഒരു തനി നാടൻ പരിപാടി ചിലപ്പോൾ വർക്കാവാതിരുന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനത്തെ കുറേ റീസൺസ് എന്നോട് പറഞ്ഞ് അങ്ങനെ റിജക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കൊല്ലമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് വർക്കൊന്നും ഇല്ലാതെ പിന്നെ ചെറിയ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ മെയിൻ പ്രോജക്ട്സ് ആയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ്, പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിലൊരു ബിലീഫ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും വരും, ഡിസംബർ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഇതോടെ പരിപാടിയെല്ലാം തീർന്നു. പക്ഷെ കറക്റ്റ് ഡിസംബർ ആയപ്പോൾ എനിക്ക് കസിൻസിന് കല്യാണം വന്നു. അതായിരുന്നു അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോഴാണ് ഞാൻ വിശ്വസിച്ചത് കറക്റ്റ് സമയമാകുമ്പോഴത്തേക്ക് എല്ലാം വരും. കാരണം ഈ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമയാണ് എൻ്റെ ആദ്യത്തെ പടം ഞാൻ അഭിനയിച്ചത്. അതും ഞാൻ കുറേ അന്വേഷിച്ചു, കുറേ പരസ്യങ്ങൾ ചെയ്തു, സിനിമയിൽ എങ്ങനെ എത്തിപ്പെടണമെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഓഡിഷൻ കോൾ അയച്ച് ജയൻ നമ്പ്യാർ അതിൻ്റെ ഡയറക്ടറിനെ വിളിച്ച് ജസ്റ്റ് ഒരു സ്പോട്ട് വിളിച്ചു, നമുക്ക് ഓഡിഷൻ ചെയ്ത് നോക്കാം, രാജുവിൻ്റെ ചെറുപ്പാലൊന്നും പറഞ്ഞില്ല, നോക്കാം, ക്യാരക്ടർ ഒന്നും പറഞ്ഞില്ല, സാമ്യം ഉള്ള ആൾക്കാരെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മേ ബി ഓഫ് കോഴ്സ് ഊഹിച്ചെടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് ഞാൻ പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ആ സമയത്തിന് പരിപാടി വരും. നമ്മൾ അതിനു മുമ്പ് എത്രത്തോളം ശ്രമിച്ചിട്ടും എത്രത്തോളം ടെൻഷൻ അടിച്ചിട്ടും ഒരു കാര്യമില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ആ സമയത്ത് സംഭവം വരും. പിന്നെ അതിനോട് ഒപ്പമുള്ള ചെറിയ നമുക്ക് ടെൻഷൻ വരും. പക്ഷെ എന്നാലും ഇത്ര ടെൻഷൻ അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വരേണ്ട സമയത്തേ വരും. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എങ്ങനെയാണ്, എപ്പോഴാണ് തീരുമാനിച്ചത്? എനിക്ക് അത് ഭയങ്കര 100%. ഇപ്പം നമുക്ക് ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറി വരുമല്ലോ. മറ്റേ കുട്ടികളുടെ കാര്യം പറയുന്നത്, ഇന്ന് ഡോക്ടർ ആണെങ്കിൽ നല്ല ടീച്ചറായിരിക്കും. സോ എപ്പോഴത് എനിക്ക് ഇതാണ് വേണ്ടത്, എനിക്കിന്നത് മാറണ്ട, ഇത് മതി എനിക്ക്, അങ്ങനെ വിചാരിച്ച ഒരു സമയം എപ്പോഴാണ്? എനിക്ക് കുഞ്ഞിലോട്ട് ഫേമസ് ആവണമെന്നൊരു ആഗ്രഹം. ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ഐ വോണ്ട് സ്റ്റാൻഡ് ഔട്ട് എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ വെറുതെ ഇപ്പോൾ ചെറിയൊരു ഫംഗ്ഷൻ പോകാണെങ്കിലും അവിടെ പോയാൽ ഞാൻ ഇറച്ചി നിൽക്കണം. കുട്ടിക്കാലം തൊട്ടേ ഉള്ളതാണ്. ഞാൻ പണ്ട് കുഞ്ഞിലെ രജനീകാന്തിൻ്റെ പടമൊക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. അതായത് ഞാൻ 1ാം ക്ലാസ് LKG ഒക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ ചേട്ടൻ, പുള്ളിക്കാരൻ രജനീകാന്തിൻ്റെ ഫാനാണ്. അദ്ദേഹമാണ് എന്നെ രജനീകാന്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഞാൻ ഭയങ്കര ഫാനായി. അപ്പോൾ പിന്നെ അന്ന് തൊട്ടേ ഞാൻ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഒക്കെ അദ്ദേഹത്തിനെ പോലെ ഓവർകോട്ടൊക്കെ എടുത്ത് ഷൂ എന്നൊക്കെ പരിപാടിയൊക്കെ കാണിച്ചുകൊണ്ടായിരുന്നു നടക്കുക. അപ്പോൾ ഐ തിങ്ക് ഇൻബിൽട്ട് എവിടെയോ ഉണ്ടായിരുന്നു ഈ സാധനം. പിന്നെ ഞാൻ ക്രിക്കറ്റ് നല്ലപോലെ കളിക്കുമായിരുന്നു. അപ്പോൾ ഒരു ക്രിക്കറ്റർ ആകണമെന്നുണ്ടായിരുന്നു. ലൈക്ക് എന്ത് ചെയ്താലും ഐ വോണ്ട് ബി ഫേമസ് എന്നുള്ളൊരു സാധനം എനിക്ക് പണ്ടോട്ടേ ഉണ്ടായിരുന്നു. കാരണം കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഞാൻ ഫേമസ് കിഡൊന്നും അല്ലായിരുന്നു. അതായത് ജസ്റ്റ് നോർമൽ അങ്ങനെ. പക്ഷെ എന്നാലും എനിക്കൊരു സംഭവം ആവണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ പലപ്പോഴും ഈ വലിയ ഈ സ്കൂളിലൊക്കെ ജാടായിട്ട് നടക്കുന്ന ടീംസൊക്കെ ഇല്ലേ, അപ്പോൾ ഇവരുടെ ടീമിലൊക്കെ കയറാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. കാരണം ഒബ്വിയസ്ലി അത് അന്തകാലം, അത് വേറെ രീതി, അറിയാലോ എല്ലാ സ്കൂളുകളിലും സംഭവിക്കുന്നില്ല, സ്കൂളും കോളേജിലും. അതൊന്നും നടന്നിട്ടില്ല. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഫേമസ് ആവണം, എങ്ങനെയെങ്കിലും ലോകമൊത്തം അറിയണം എന്നൊരു മൈൻഡായിരുന്നു.
പിന്നെ പിന്നെ ഇതൊക്കെ കറക്റ്റായി പ്രോപ്പറായി വന്ന എപ്പോഴാന്ന് വെച്ചാൽ സിനിമ എന്ന് തീരുമാനിച്ച എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ +2 പൊട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പാസ്സായി. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് പണ്ട് തൊട്ടേ ഫേമസ് ആവണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. പിന്നെ ഇൻഡയറക്ട്ലി എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു, അതായത് ഒരു നടൻ എന്നുള്ള പരിപാടി. കാരണം പണ്ടേ മിമിക്രി ഒക്കെ ചെയ്യുമായിരുന്നു പണ്ട് കുഞ്ഞിലെ. അപ്പോൾ ഈ ഓണപരിപാടികളൊക്കെ കുഞ്ഞിലുണ്ടാകുന്ന പറഞ്ഞില്ല, ഞങ്ങൾ ഗൾഫിലായിരുന്നു. അപ്പോൾ ഈ ഓണം അവിടെ അസോസിയേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അസോസിയേഷൻ്റെ പരിപാടിയൊക്കെ ആകുമ്പോൾ ഈ ഓണപരിപാടിയൊക്കെ കാണാം. അപ്പോൾ ഞാൻ പോയി സ്റ്റേജിൽ മിമിക്രി ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും പിന്നെ ഒബ്വിയസ്ലി പണ്ട് ലാലേട്ടൻ ഫാനായിരുന്നു. അപ്പോൾ എനിക്ക് ലാലേട്ടൻ മമ്മൂക്കൊക്കെ ഇഷ്ടമാണ്. കാര്യം ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു മാനറിസം എവിടെയോ വരുന്നുണ്ട്, മമ്മൂക്ക എന്ന് പറയുമ്പോൾ ഒരു സൗണ്ടിലൊരു മോഡുലേഷൻ വരുന്നുണ്ട്. ഇപ്പോഴല്ല, ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിച്ചായിരുന്നു. സീരിയസ് ആയിട്ട് ഒരു എന്തോ ഒരു സംതിങ് ഇങ്ങനെ ഷിഫ്റ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പൊ ചോദിക്കണം വിചാരിച്ചു. ലാലേട്ടൻ എനിക്ക് ലാലേട്ടൻ്റെ പണ്ട് മുണ്ട് മടക്കിയുള്ള ഇടി ഭയങ്കര. അപ്പൊ അതുകൊണ്ട് ഞാൻ മറ്റേ ഈ മുണ്ടൊക്കെ അച്ഛനോട് പറഞ്ഞു എന്നെ മുണ്ടുടുക്കൊക്കെ പഠിപ്പിച്ചു കുഞ്ഞിലെ തൊട്ടെ. ഞാൻ മറ്റേ കട്ടലിന്റെ മുകളിൽ തലയാണൊക്കെ ആയിട്ട് വൈറ്റ് പ്രാക്ടീസ് ഒക്കെ ചെയ്യായിരുന്നു വെറുതെ. ബട്ട് അതൊക്കെ ഐ തിങ്ക് ഇറ്റ് ഓൾ ലെഡ് ടു ഇവിടെ. ഇപ്പോ അതൊക്കെ അതിനുള്ളൊരു കാരണമാവാന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം മിമിക്രിയുടെ കാര്യം പറഞ്ഞോണ്ടേ ഒരു മിമിക്രി ഞാൻ അതിന്റെ ടച്ച് കിട്ടിട്ട് വർഷങ്ങൾ, ഞാൻ കുഞ്ഞിലാണ് അത് ചെയ്തോണ്ടിരുന്നത്. ചെറുതായിട്ട് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു ഇഷ്ടമുള്ള ഒരാളെ, ഇഷ്ടമുള്ള ഒരു ആക്ടറിനെ ആരെ വേണമെങ്കിലും, വീട്ടിനടുത്തുള്ള ആരാണെങ്കിലും മതി. അത് കൊള്ളാം. അതിപ്പോ എനിക്ക് വേറെ എന്തെങ്കിലും ഏതെങ്കിലും ശബ്ദം പറഞ്ഞു ഏതെങ്കിലും ഒരാള് ഞങ്ങൾക്ക് വേണ്ടി ഓണം സ്പെഷ്യൽ എക്സ്ക്ലൂസീവ്. സത്യമായിട്ട് ഞാൻ ചെയ്ത് ഞാൻ വരൂല്ല, കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്യാം. ഞങ്ങൾ കൈയടിച്ച് പാസ്സാക്കിക്കോളാം. ഞാൻ എന്താ ചെയ്യാ? അതാരാ? ഓ ഇത് പറഞ്ഞു, സോറി. ഒരെണ്ണം ഞങ്ങൾ ആദ്യം പേര് പറഞ്ഞിട്ട്. ഓ പേര് പറയണല്ലേ? ഓക്കെടാ. ഒരെണ്ണം. അതെ, ഈ മിമിക്രി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ബോഡി സാധനം. അയ്യോ രക്ഷപ്പെടാൻ എന്തെങ്കിലും ചെറുത് മതി, ചെറിയ എന്തെങ്കിലും ഒരു ഡയലോഗ്. സൗണ്ട് പോലും സെയിം ആവണം നിർബന്ധമൊന്നുമില്ല, ചെറിയൊരു മോഡുലേഷൻ, ഐ മീൻ മോഡുലേഷൻ മാത്രം. എന്തെങ്കിലും ആലോചിക്ക പറയണ്ടായിരുന്നു. അതെ, എല്ലാ കാര്യമുണ്ട്. ദൈവം എന്തിനാണോ ഞാൻ പറഞ്ഞത്. അപ്പൊ അത് പെട്ടെന്ന് സ്പേസ് ഇല്ലേ. അപ്പോൾ ഈ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഫിലിം ഒരു ഇഷ്ടമായി വന്ന ആളാണല്ലോ. അപ്പോൾ ഒരുപാട് ഇൻസൾട്ട്സ് ഒക്കെ ഒരു ഇനിഷ്യൽ ടൈമിലൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇൻസൾട്ട്സ്? എന്റെ ശബ്ദം കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ശബ്ദം ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നായകന്റെ ശബ്ദം ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ ഭയങ്കരമായിട്ട് ഒന്ന് എങ്ങനെ ഓഡീഷൻസിനൊക്കെ പോയ സമയത്തോ? അത് ഒരു ഡബിങ്ങിന് കയറിയപ്പോൾ സംഭവിച്ചതാണ്. ഞാൻ ഭയങ്കര ഡെസ്പൈറ്റ്. ഡബിങ്ങിന് കയറി അവിടെ ചെന്നതിന് ശേഷമാണോ പറഞ്ഞത് സൗണ്ട് വേണ്ട മാറിക്കോ അങ്ങനെ പറഞ്ഞു? ശബ്ദമില്ലെന്നോ? അശോ, എനിക്ക് ഭയങ്കര വിഷമായി. എന്നിട്ട് തിരിച്ചു വന്നു? തിരിച്ചു വന്നു. പിന്നെ അത് പോട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് അങ്ങ് കിട്ടും. പിന്നെ വേറെ പണ്ട് കുഞ്ഞിലെ എൻ്റെ ശബ്ദം ഭയങ്കര കിക്കി കിക്കി, അല്ലായത് പിള്ളേർക്കൊക്കെ ഓൾറെഡി പ്യൂബർട്ടി ഒക്കെ ഇട്ടായി കഴിഞ്ഞാൽ അവരുടെ ശബ്ദം ഇങ്ങനെ മാറി പറവറാന്നിരിക്കുന്ന സമയത്ത് എനിക്കെല്ലാം ഭയങ്കര ലേറ്റ് ആയിട്ട് വരും. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ ഭയങ്കര പെൺപിള്ളേരെ പോലെ കി 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 ഒക്കെ വന്നു. അപ്പോൾ ആ ശബ്ദത്തിനെ വെച്ച് എന്നെ കുറെ പേര് പിള്ളേരൊക്കെ കുറെ കളിയാക്കിയിട്ടുണ്ട്. ആ ഹൈറ്റിന്റെ പേര് കുറെ പേര് കളിയാക്കിയിട്ടുണ്ട്. കളിയാക്കൽ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞില്ല, ഈ ശബ്ദം ഒരു നായകനെ പറ്റിയ ശബ്ദമല്ലെന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു കളിയാക്കിയതല്ല, അതൊരു എന്തോ അവരങ്ങനെ പറഞ്ഞു, അതുപോലെ എനിക്ക് കൊണ്ടു. പിന്നെന്താ പറയുക, നമ്മുടെ ഇത് അങ്ങനെ മോർ ദാൻ ഇൻസൾട്ട് എന്താ പറയുക, ഞാനാണെങ്കിൽ ഒരു കഥാപാത്രത്തിന് വേണ്ടി ഏതറ്റം വരെ പോകുന്നൊരു വ്യക്തിയാണ്. അതിപ്പോൾ ആരും പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാനത് ഇപ്പോൾ അതിന് ഡയറക്ടർ പറയണമെന്നൊന്നുമില്ല, ഞാൻ എൻ്റെതായ രീതിയിൽ പറഞ്ഞാൽ ഓക്കെ, ഒബ്വിയസ്ലി പറയുന്ന ആൾക്കാരുണ്ട്, പറയുമ്പോഴത്തേക്കും അത് നമുക്ക് കിട്ടുന്നൊരു സപ്പോർട്ടാണ്. ഇപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും ഞാനത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്തിട്ട് ആ ക്യാരക്ടർ എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്യും. അപ്പോൾ ഓരോരുത്തർ ചിലപ്പോൾ ചില ക്യാരക്ടർ പറയും, അതായത് ഇത് നിനക്ക് പറ്റിയ ക്യാരക്ടറല്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ അഭിനയമൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ നിനക്ക് പറ്റിയ ക്യാരക്ടറെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എന്തുകൊണ്ട് നമുക്കത് എങ്ങനെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തുകൂടെ, അതായത് വർക്കാക്കാനായിട്ട് ട്രൈ ചെയ്തുകൂടെ, ഞാനതിനെ എന്തു വേണേൽ ചെയ്യാം, ഏതൊരറ്റം വരെ പോവാം. അപ്പം അങ്ങനെ
അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാകും. ബട്ട് ദെൻ അഗെയിൻ ആ ഒരു ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴത്തേക്കും ദേ വോണ്ട് അവരെല്ലാം മൈന്യൂട്ട് കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നോക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് അത് കറക്റ്റാണ്. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ എനിക്കൊരു വിഷമം വരും. വൈ നോട്ട്, ഞാനത് ആക്ടിങ് വൈസ് അത് ആപ്റ്റ് ആണെങ്കിൽ വൈ നോട്ട് വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്ത് സെറ്റായിക്കൂടെ എന്നാലോചിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ദെയർ ഫോൾട്ട്, നോട്ട് എനിബഡീസ് ഫോൾട്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതല്ലാതെ പിന്നെ ഇൻസൾട്ട് ഇല്ല, വേറെ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആകെ ഉള്ളത് ഈ ശബ്ദത്തിന്റെ കാര്യം മാത്രമാണ്. ശരിക്കും കരിയറിൽ ഒരു ചാലഞ്ചിങ് ഫേസ് ആയിട്ട് ഇപ്പൊ കുറച്ച് മുമ്പ് പറഞ്ഞപ്പോൾ എനിക്ക് നമ്മളത് പറഞ്ഞു പോയി എന്ന് തോന്നുന്നു. ഒരു ചാലഞ്ചിങ് ഫേസ് ഏതായിരുന്നു, എപ്പോഴായിരുന്നു? നമ്മൾ അത്യാവശ്യം ഒന്ന് ഫേമസ് ആവുന്നവർ ഐ തിങ്ക് ആ ഒരു ചാലഞ്ച് എപ്പോഴും ഉണ്ടാവും. നമ്മളെപ്പോഴും വർക്കിനെ തേടി പോകേണ്ടി വരും, പലരും കാണേണ്ടി വരും. അപ്പോൾ അതെപ്പോഴും ഒരു സ്ട്രെസ്ഫുൾ ലൈഫാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ കസിൻസാർക്കല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് കിട്ടുന്നതിന് മുമ്പ് വരെ നല്ല സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരുന്നു. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഡയറക്ടേഴ്സിനെ വിളിക്കുന്നുണ്ട്, കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിനെ വിളിക്കുന്നുണ്ട്, പറ്റുന്ന ഓഡിഷൻസിനൊക്കെ പോകുന്നുണ്ട്, മെയിൽസൊക്കെ അയക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഐ തിങ്ക് ഇറ്റ്സ് ടൈം എന്നുള്ള കാര്യം കൂടെ ഉണ്ടാവുകൊണ്ടായിരിക്കും. പക്ഷേ ഐ ഡോണ്ട് നോ വാട്ട് ഐ എം ഡൂയിങ് റോങ്. ഞാൻ എന്താണ്, കാരണം എൻ്റെ പവറിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി വിഷമാവില്ലേ. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ജോബ്, ഐ ഗെസ്. എനിക്കറിയില്ല, ബട്ട് ഐ ആം ഡൂയിങ് വാട്ട് എവർ ഐ ക്യാൻ ആൻഡ് ഹൗ എവർ ഐ ക്യാൻ. ഞാൻ ചെയ്യുന്നുണ്ട്. ഐ ഹോപ്പ് ഗോഡ് പേസ് മീ ഫോർ ഇറ്റ്. ഇപ്പം ഈ ഒരു ചാലഞ്ചിങ് ഫേസിന് ശേഷം കസിൻസ് കല്യാണം വന്നു. അത് സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു ഫീൽ എങ്ങനെയായിരുന്നു? അതൊരു ഇച്ചിരി വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ കിട്ടിയത്. ഒരുപാട് നാളെ ഒരു അടിപൊളി, അതെ, ഹോട്ട്സ്റ്റാറിന്റെ തന്നെ ഒരു സീരീസും. അപ്പൊ അത് ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? ആ ഒരു ഭയങ്കര സ്ട്രഗിൾ കഴിഞ്ഞിട്ട് ഒരു സാധനം കിട്ടുമ്പോൾ ഉള്ള ആ ഒരു ഫീൽ എങ്ങനെ? ഒരു വലിയ റിലീഫാണത് നമുക്ക്. ഓക്കെ ഫൈൻ, അയ്യോ നമ്മളിപ്പോ ആ ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് നിർത്തിപ്പോയാലോ എന്ന് ആലോചിച്ചായിരുന്നു. അപ്പോൾ ആ സമയത്തൊരു സാധനം വരുമ്പോഴത്തേക്കും ദാറ്റ് മീൻസ് ദാറ്റ് ഓക്കെ പോകണ്ട, ഇവിടെ നിൽക്കേ, പരിപാടി വരും എന്നുള്ളൊരു ആശ്വാസം ഉണ്ടല്ലോ, അത് വരും. അല്ലാതെ ഓവർ എക്സൈറ്റ്മെൻറ്റ്, ഓവർ ജോയ് ഒന്നുമില്ല. എല്ലാം ഒരു ന്യൂട്രൽ രീതി കാണാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ ആ ഒരു റിലീഫ് ഭയങ്കര ഒരു ഫ്രീഡമാണ്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയിൽ ഇനിയും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് നിൽക്കാം, എങ്കിൽ പോകണ്ട. അതെന്തോ ഒരു ദൈവമോ യൂണിവേഴ്സോ തരുന്നൊരു ഇതാണ്, ഒരു സൈനാണ്. അതായത് പോരുത്, വെയിറ്റ്, പരിപാടി വരും. ഇപ്പം ഫിലിം ഒരു കരിയറായിട്ട് എടുക്കുമ്പം സപ്പോർട്ട് നമുക്ക് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എല്ലാവരുടെയും, എസ്പെഷ്യലി നമ്മുടെ വീട്ടുകാർ, ഫ്രണ്ട്സ്. കാര്യം എപ്പോൾ വേണമെങ്കിലും ചില സിറ്റുവേഷൻസിൽ നമുക്കൊന്നും കിട്ടാണ്ട് നമ്മൾ തളർന്ന് അയ്യോ മതി എന്ന് തോന്നിപ്പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. സോ ആ സമയത്ത് വീട്ടുകാരും കൂടെ പ്രഷറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. അതിന് ഏറ്റവും വേണ്ടുന്നത് എല്ലാവരുടെയും ഒരു സപ്പോർട്ടാണ്. സോ ആ ഒരു സർക്കിൾ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മ വീട്ടിൽ ചെറിയ സപ്പോർട്ട് ചെയ്യും, അത്യാവശ്യം പണ്ടോട്ടെ സപ്പോർട്ട് ചെയ്യും. അച്ഛനും സപ്പോർട്ടാണ്. പക്ഷേ ദെൻ അഗെയിൻ ബീങ് പേരൻസ് ദേ ആർ വെരി റിയലിസ്റ്റിക് ആസ് വെൽ. അപ്പോൾ അവരൊരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റും കൂടെ നോക്കും. അതായത് എന്തെങ്കിലും ഇതിന് നിലനിൽപ്പ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, അൺസർട്ടൺ ആണ് തിങ്സ്. സൈഡ് ഇൻകം അല്ലെങ്കിൽ വേറൊരു ജോലി വേണം, ജോലി വെച്ചുകൊണ്ട് ചെയ്യുക. പക്ഷെ നമ്മുടെ മൈൻഡ് മൊത്തത്തിൽ ഇതാണല്ലോ. അപ്പോൾ അവരുടെ സൈഡ് ഒബ്വിയസ്ലി ഇറ്റ്സ് റൈറ്റ്, അവർ പറയുന്ന സത്യമാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ തന്നെ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ചെയ്യുന്ന എന്തായാലും അതിനൊരു 100% എഫേർട്ട് ഇട്ട് എൻ്റെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം അതിലേക്ക് അർപ്പിച്ച് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ദാറ്റ് ഇറ്റ് സെൽഫ്, വേറൊന്നും അല്ലാതെ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ എവിടെയെങ്കിലും എത്തും, എന്തെങ്കിലും നടക്കും എന്ന് വിചാരിക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ. ആ വിചാരം എന്നെ രക്ഷിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് എന്നിരുന്നാലും ഞാൻ ആലോചിക്കും, ഓക്കെ നടന്നില്ലല്ലോ, എന്നാലും ഈ ഒരു ബിലീഫ് ഉള്ളതുകൊണ്ട് ഐ ബിലീവ് ദാറ്റ് ഇങ്ങനെ വിശ്വസിച്ചാലും പാരലലായിട്ട് നടക്കും എന്നൊരു വിശ്വാസം. അതെ, ഒരു വിശ്വാസമുണ്ട്. ആ എന്നിലൊരു ഉറപ്പ്, ഞാൻ എന്നെ അറിയാം. അതായത് ഞാൻ ഒരിക്കലും, ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും ഉഴപ്പില്ല, ഞാനെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യും. ഇപ്പോൾ എന്തോ ആണേലും എന്നെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ട്രീറ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് സെറ്റിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, സുഖസൗകര്യത്തിനേക്കാളും കൂടുതൽ വേണ്ടെന്നല്ല, അത് വേണം, പക്ഷെ അത് ഒത്തിരി വേണമെന്നൊന്നുമില്ല. ബട്ട് അതൊന്നും ഇല്ലെങ്കിലും the effort that I'll be putting for that acting job will be the same. അപ്പോൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് സ്ക്രീനിൽ ഞാൻ എങ്ങനെ വരുന്നു, ആ ക്യാരക്ടറിനെ എത്രത്തോളം ഞാൻ ഉൾക്കൊണ്ട് നന്നായി ചെയ്യുന്നു എന്നാണ് എൻ്റെ ഫോക്കസ്. അപ്പോൾ അങ്ങനൊരു വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അടിപൊളിയായി ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുള്ളതുകൊണ്ട്
പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഡയറക്ടറുടെ സപ്പോർട്ടും ക്രൂവിൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അത് ഭയങ്കര ബെറ്റർ ആവും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഉറപ്പുള്ളതുകൊണ്ട് ആ വിശ്വാസം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ ഫ്രണ്ട്സ് 2-3 പേര് എന്നെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ചില ആൾക്കാർ ഒബ്വിയസ്ലി ഇതുപോലെ പേരൻസ് പറയുന്ന പോലെ റിയലിസ്റ്റിക് സൈഡും കൂടെ പറഞ്ഞുതരും. തന്നെ അഗെയിൻ നമ്മുടെ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുക. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയായി വരണമെന്നൊന്നുമില്ല, പക്ഷെ എന്തായാലും എത്തും എന്നുള്ള വിശ്വാസം. ഓക്കെ, എന്തായാലും എത്തിയല്ലോ അല്ലേ? ഒരു 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 കുറച്ച് സ്റ്റെപ്സ് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റി എന്ന് തോന്നുന്നുണ്ട്. അതിൽ എത്രത്തോളം ഹാപ്പിയാണ്? കുറച്ച് പേർക്ക്, കുറച്ചധികം ആൾക്കാർക്ക് അറിയാം. അത് ഈ ഒരു ബിലീഫ് കൊണ്ട് മാത്രമാണ്. അതായത് എനിക്ക് അഭിനയം ഞാൻ ജീവിതത്തിൽ കുഞ്ഞിലെ ഒരു സ്റ്റേജിൽ കയറി ഒന്നും അഭിനയിച്ചിട്ടില്ല. എനിക്കറിയത്തില്ല. ഞാൻ ഈ വിലായത്ത് ഇതൊക്കെ കിട്ടുന്ന ഒരു ഷോർട്ട് ഫിലിം പോലും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ സാധിച്ചു? ഒന്നുമില്ല, ആഗ്രഹിച്ചു, ഞാൻ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, അപ്പോൾ കിട്ടുമെന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ഞാൻ ഓഡിഷൻസ് അയച്ചു. നമ്മളെ പ്രൂവ് ചെയ്താൽ പോരെ. നമ്മൾ ഇന്ന എല്ലാവർക്കും ഓരോ സ്റ്റെപ്പുകളല്ലല്ലോ, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. നമ്മളെങ്ങനെയും നമ്മളെ പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് ആ ഒരു വിശ്വാസം മാത്രമാണ്, വേറൊന്നുമില്ല. ഇത് കേൾക്കുമ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ നെപ്പോട്ടിസം എന്ന് പറയുമല്ലോ. ഒരു സ്റ്റാർ കിഡ് ആണെങ്കിൽ കുറച്ചും കൂടി പ്രിവിലേജ്ഡ് ആയിരിക്കും, കുറച്ചും കൂടി ഈസി. ബട്ട് എന്തായാലും ടാലൻ്റ് ഇല്ലാണ്ട്, സ്ട്രഗിൾ ഇല്ലാണ്ട് ഇവിടെ ആർക്കും നിലനിൽക്കാൻ പറ്റില്ല, അത് ശരിയാണ്. പക്ഷെ ഒരു ഇനിഷ്യൽ ഫേസ് കുറച്ചും കൂടെ അവർക്ക് ഈസിയാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? നെപ്പോട്ടിസം നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും മിക്കപ്പോഴും സിനിമയുടെ കാര്യം മാത്രമേ സംസാരിക്കാറുള്ളൂ. പക്ഷേ ഇത് ആക്ച്വലി ജീവിതത്തിൽ എല്ലാ ഇൻഡസ്ട്രിയിലും സംഭവിക്കുന്ന കാര്യമല്ലേ. നമ്മുടെ കുടുംബത്തെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനോ മാമനോ വർക്ക് ചെയ്ത കമ്പനിയിൽ നമ്മുടെ കുടുംബക്കാർ തന്നെ വർക്ക് ചെയ്യില്ലേ? ഒബ്വിയസ്ലി അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ജോലി മേടിച്ചു കൊടുക്കും. അവൻ ജോലി മറ്റേ മാമൻ മേടിച്ചു കൊടുത്താൽ അച്ഛൻ മേടിച്ചു കൊടുത്താന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതെല്ലായിടത്തും ഉള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ അതിൻ്റെ വഴിക്ക് ഇത് സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ കാര്യമായിട്ട് കാണാതെ ഒരു ലൈഫിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് അങ്ങ് എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ കുടുംബത്തിലും നടക്കുന്ന പോലെ ആ ഒരു രീതിയിൽ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ. എന്താണ് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ല. സോ ഐ ബിലീവ് എവറിബഡി ഹാസ് their own fate, their own struggle. എനിക്ക് ഞാൻ സ്ട്രഗിൾ ചെയ്ത പോലെ ആയിരിക്കില്ലല്ലോ ഒരു സ്റ്റാർ കിഡ് സ്ട്രഗിൾ ചെയ്യുക. But they will also have struggle. They will have to prove themselves more. Right? അവരുടെ റെസ്പോൺസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ ഒന്ന് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ we should hats off to them. അതെ, കറക്റ്റ്. ഓക്കെ, ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ആഡ് ഫിലിംസിലാണെങ്കിലും ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അടിപൊളി എന്നൊരു നമ്മൾ അവരെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുകയാണല്ലോ ഡയറക്ടേഴ്സിന് ഒരു ഫിലിമിൽ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ. സോ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടർ ഏതാ വർക്ക് ചെയ്തിരുന്നതിൽ? ഞാൻ ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്ന മിക്ക ഡയറക്ടേഴ്സിനെയും ട്രസ്റ്റ് ചെയ്യും ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. ബിക്കോസ് അവർക്കാണ് ഇതിൻ്റെ ഫുൾ പ്രോജക്റ്റിൻ്റെ വിഷൻ ഉണ്ടാവുക. റൈറ്റ്? പിന്നെ ഐ ആം എ ഡയറക്ടേഴ്സ് ആക്ടർ. ഞാൻ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യുമെങ്കിലും ആ ഒരു സ്പോട്ടിൽ ഡയറക്ടർ മീറ്റർ കുറവാണ് കൂടണമെന്ന് പറഞ്ഞാൽ കൂട്ടി കൊടുക്കും, കൂടുതലാണ് കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് കൊടുക്കും. അപ്പോൾ എന്നെ ഫുള്ളി ഐ ആം ജസ്റ്റ് എ ടൂൾ. ആ ഒരു കഥാപാത്രത്തിനെ ഡയറക്ടർ എങ്ങനെ ആ കഥാപാത്രത്തിനെ കാണിക്കാൻ ശ്രമിക്കുന്നു അതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നതാണ് എനിക്ക് വേദവാക്യം. അപ്പോൾ അവർ പറയുന്ന പോലെ ഞാൻ ചെയ്യും. അപ്പോൾ അവർക്ക് ഒബ്വിയസ്ലി എന്നെ ബെറ്റർ ആക്കാൻ പറ്റും, 200% ഉറപ്പാണ്. ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റിൽ എൻ്റെ അഭിനയം ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ടർ. അതായത് ഒരു ഡയറക്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ മോശമായിട്ടും കാണിക്കാൻ പറ്റും, നന്നായിട്ട് കാണിക്കാൻ പറ്റും. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് എ ഡയറക്ടേഴ്സ് കോൾ. റൈറ്റ്? അപ്പോൾ ഐ ഓൾവേസ് ട്രസ്റ്റ് ദ ഡയറക്ടർ ടു മേക്ക് മീ ബെറ്റർ എന്നുള്ളൊരു മനുഷ്യനാണ് ഞാൻ. ഫ്യൂച്ചറിൽ ഇന്ന ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള ഡയറക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒരുപാട് ഉണ്ടാവും എന്ന് എനിക്കറിയാം. ഒരു 2-3 പേരുടെ പേര്. അമൽ നീരദ്, അമലേട്ടൻ, പുള്ളിയോടെ എന്തെങ്കിലും ഒരു പടം ചെയ്യണം. ബിഗ് ഫാൻ ഓഫ് ഹിസ് വർക്ക്. പിന്നെ ഗിരീഷ് ഷെഡി, ഓഫ് കോഴ്സ്. ഹിസ് ഫിലിംസ് ആർ വെരി സച്ച് ഫീൽ ഗുഡ് ഫിലിംസ്. നല്ലൊരു അടിപൊളി പടങ്ങളാണ് പുള്ളിയുടെ. ഗിരീഷ് ഷെഡിയുടെ വർക്ക് ചെയ്യണമെന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രശാന്ത് നീൽ. അപ്പോൾ ഹ്യൂജ് ഫാൻ ഓഫ് KGF, ഭയങ്കര ഫാനാണ്. അപ്പോൾ പ്രശാന്ത് നീൽ സാറിനോട് വർക്ക് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇത് പറഞ്ഞ ചിലപ്പോൾ ക്രിസ്റ്റഫർ നോളൻ. അത് ക്രിസ്റ്റഫർ എല്ലാവരുടെയും അതൊരു അത്രയൊരു സെറ്റ് ചെയ്യാനുണ്ടല്ലേ. വെരി ഗുഡ്. അതാണല്ലോ ഇത്ര മുന്നോട്ട് കൊണ്ടുവന്നല്ലേ. മേ ബി. ശരിക്കും ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ
കുറെ പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. എന്നാലും ഇതിലൊരു ഡ്രീം, ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്? മമ്മൂക്ക. മറ്റേ ദുൽഖറിന്റെ ഒരു സൗണ്ടിന്റെ സിമിലാരിറ്റിയും കൂടെ ഉള്ളതുകൊണ്ട് കൊള്ളാം. സോ ഒബ്വിയസ്ലി മമ്മൂക്ക ഒരു ദിവസം ഞാൻ മമ്മൂക്കയുടെ വീടിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ടുണ്ട്. ഇങ്ങനെ നിന്നിട്ട് എപ്പോഴെങ്കിലും പുറത്തോട്ട് വരും പ്ലീസ്, എനിക്ക് അകത്തോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ, ഒബ്വിയസ്ലി ഞാൻ കൊട്ടി ചേട്ടാ എനിക്ക് മമ്മൂക്കെ കാണാന്ന് പറഞ്ഞാൽ കയറ്റി വിടില്ലല്ലോ. പക്ഷെ എപ്പോഴെങ്കിലും പുള്ളി പുറത്തോട്ട് വരുമെന്നൊക്കെ വിചാരിച്ച് ഞാൻ പുറത്തോട്ട് വന്നില്ല. അവിടെ ഉണ്ടായിരുന്നില്ലായിരിക്കും, അറിയില്ല. ഇതുപോലെ ഇതുപോലെ ഞാൻ കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതേപോലെ ഞാൻ അപ്പുറത്തെ പുള്ളി അടുത്തെങ്ങാണ്ട് ഒരു ഫ്ലാറ്റിൽ നിന്നിട്ട് എപ്പോഴെങ്കിലും എത്തി നോക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കും, പുള്ളി കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, എസ്പെഷ്യലി ഫാൻസ് ഉണ്ട്, ഗേൾസ് ഫാൻസ് ആൻഡ് ബോയ്സ് ഫാൻസ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആക്ടിങ് ഒരു പാഷനായിട്ട് അതിൽ എത്തി നിൽക്കുന്ന, അതായത് അവരൊക്കെ ഫോളോ ചെയ്യുന്നത് മേ ബി കൃഷ്ണയുടെ വർക്ക്സ് ആയിരിക്കും, അല്ലെങ്കിൽ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ടോ എന്നുള്ളതായിരിക്കും. സോ ഇതിൽ വന്നിട്ടുള്ളൊരു ഒരുപാട് DMs വരുന്നുണ്ടാവും. സോ അതിൽ ഏറ്റവും ഭയങ്കര ക്യൂട്ടായിട്ട് തന്നിട്ടുള്ളൊരു DM ഇതാണ്, രണ്ടുപേരുടെ, ആരുടെ ആണെങ്കിലും ഓക്കെ. ക്യൂട്ടായിട്ട് അങ്ങനെ ക്യൂട്ടെന്നല്ല, എന്നാലും അത് നമുക്ക് ഇപ്പോഴും ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് നിന്നിട്ട്. അത് ബേസിക്കലി ഈ എൻ്റെ ക്യാരക്ടർ മനു എന്ന് പറഞ്ഞ ക്യാരക്ടർ കസിൻസ് കല്യാണത്തില് അത് ഭയങ്കര റിലേറ്റബിൾ ആണ് കുറേ ആൾക്കാർക്ക്, കുറേ പേർക്ക്. അപ്പോൾ ഇവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് ഐ ഫെൽ റിയലി ഹാപ്പി. അതായത് ഞാൻ ചെയ്ത വർക്ക് അവർ മെസ്സേജ് രീതി, അതായത് ബ്രോ നിങ്ങളുടെ ആക്ടിങ് ഭയങ്കര അടിപൊളിയാണ്, ക്യാരക്ടർ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു, പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അതായത് ഞാൻ ജീവിതത്തിൽ ഇങ്ങനെയാണ്, കറക്റ്റ് എന്നെ കാണാൻ പറ്റി. അത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വേറൊരു വ്യക്തിനെ കാണിക്കാൻ പറ്റിയതിൽ ഐ തിങ്ക് ഇറ്റ് വാസ് എ ഗുഡ്, റിയലി ഗുഡ് കോംപ്ലിമെൻറ്റ്. ഐ വാസ് റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ ഒരു മെസ്സേജസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലാതെ പിന്നെ ബാക്കി പിന്നെ കുറേ വരാറുണ്ടല്ലോ, ഹേയ് ക്യൂട്ട് മറ്റത് അങ്ങനെ കുറേ. അതല്ലാതെ ദിസ് വാസ് റിയലി an actor I felt really good. As a person also it was great. നമ്മുടെ ടിനു പാപ്പച്ചന്റെ ഒരു സാറിന്റെ ഒരു ഫിലിം ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ടിനു ചേട്ടന്റെ പടത്തിൽ എനിക്ക് അഭിനയിക്കണം. അതിനെ കുറിച്ച് ഇങ്ങനെ കേട്ടായിരുന്നു, എന്താ അതില് ഓൾറെഡി? ഇല്ലില്ല, അത് ടിനുചേട്ടൻ്റെ ഇപ്പോൾ വരാൻ പോകുന്ന കൊല്ലംകോട്ട് കമ്പനി എന്ന് പറഞ്ഞ ഫിലിമില്ലേ, അതിൻ്റെ ഓഡിഷൻസ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ഫൈനൽ 5 ഉണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ആക്ടിങ് ഓഡിഷൻ പ്രോസസ്സായിരുന്നു, അഭിനയം പഠിപ്പിക്കാനൊക്കെ വിട്ട്. അതായത് ഒരു 2 ആഴ്ച അവിടെ കൊല്ലത്ത് താമസിപ്പിച്ച് കൊല്ലക്കാരുടെ പരിപാടിയൊക്കെ പഠിക്കാനും അങ്ങനെ ഒരു വലിയ സ്ലാങ്ങും അവരുടെ ഒരു മാനറിസംസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് ഒരു എന്താ പറയുക ഒരു ഇതുണ്ടായിരുന്നു, വർക്ക്ഷോപ്പ് പോലെ. അപ്പോൾ അത് ബിക്കോസ് ഞാൻ അന്ന് അത് കഴിഞ്ഞ കൊല്ലം ജാനുവരിയില്ല, ഞാൻ പറഞ്ഞില്ലേ കുറേ ഫൈനൽ വരെ പോയി. ദിസ് വാസ് വൺ ഓഫ് ദം. അപ്പോൾ അങ്ങനെ. പക്ഷെ നിങ്ങൾ എവിടെ നിന്ന്? അതൊക്കെ അറിയും, അതൊക്കെ ഞങ്ങൾ അറിയും. കാരണം അത് ഞാൻ ആരോടും അങ്ങനെ എനിക്കറിയാവുന്നവരോടല്ലാതെ എനിവേ. അപ്പോൾ അന്നുകൊണ്ട് എനിക്ക് പണ്ടോട്ട് എനിക്ക് ടിനുചേട്ടൻ്റെ പരിപാടി ഭയങ്കര റോ പരിപാടി ഉണ്ടല്ലോ പുള്ളിക്കാരുടെ, അത് ഭയങ്കര ഇഷ്ടം. അതായത് ഭയങ്കര റിയലിസ്റ്റിക് അഭിനയവും, നമുക്ക് നമ്മുടെ ഇൻഹിബിഷൻസ് ഒക്കെ പൊളിച്ച് നമ്മളെങ്ങനെയാണോ സ്ക്രീനിൽ കാണുക അതൊന്നും ഇല്ലാതെ ഭയങ്കര റോ ആയിട്ട് ആ സെറ്റപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോസസ്സ് ഭയങ്കര അടിപൊളിയായിരുന്നു. ആസ് എൻ ആക്ടർ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ഒന്ന് ലെവലപ്പ് ചെയ്യാനായിട്ട് എൻ്റെ സ്കിൽസും കാര്യങ്ങളൊക്കെ. ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ് ഹോൾ ടീം, ടിനു ചേട്ടൻ, എവറിബഡി ഫോർ ഗിവിങ് മീ ദാറ്റ് ഓപ്പർച്യൂണിറ്റി. പടത്തിലില്ലെങ്കിലും അതിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ് എനിക്കുണ്ടായി. അപ്പോൾ അത് കിട്ടിയില്ലെന്നൊരു വിഷമമുണ്ട്, ബട്ട് ദെൻ ഐ ആം ഹാപ്പി. പിന്നെ അവിടെ വന്ന 4 പേരും എൻ്റെ ഭയങ്കര വലിയ സുഹൃത്തുക്കളാണിപ്പോൾ. അതിൽ they're really close to me. ഇപ്പോൾ എനിക്ക് ഐ എം റിയലി ഹാപ്പി ദാറ്റ് അവർ അതിലുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ഇത് സെലിബ്രേറ്റ് ചെയ്തു. ഓക്കെ, ശരിക്കൊരു ഇപ്പം നാളെ ഒരു ഷൂട്ടാണെന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട, ഫോർ എക്സാമ്പിൾ വിലായത്ത് ബുദ്ധ, ആ ദിവസം രാവിലെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ദിവസം നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? തലേ ദിവസം അടുത്ത ദിവസം നമുക്ക് ഷൂട്ടാണ്, എങ്ങനെയാ ഒരു മൈൻഡ് പ്രോസസ്സ്, പെട്ടെന്ന് ആ ഒരു ചേഞ്ച് ഓവർ, എക്സൈറ്റ്മെന്റ്, എങ്ങനെയാ ആ ഒരു ദിവസം വരെ? ബെസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് ആയിരുന്നു. പെട്ടെന്ന് വിളിച്ച് കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ എന്താ അത്, അതായത് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം, അതൊരു വലിയ പടം, ബിഗ് ആക്ടർ രാജുവേട്ടൻ, എൻ്റെ അമ്മേ. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക്. എക്സൈറ്റ്മെന്റ് കൂടി എനിക്ക് വയറിളക്കം പിടിച്ചു സത്യമായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് വിളിച്ചു പറഞ്ഞു, അമ്മ എനിക്ക് ഭയങ്കര വിഷമമായി, എനിക്ക് വയറിന് സുഖമില്ല, ഞാൻ എങ്ങനെ പോവും,
പറഞ്ഞു പേടിക്കണ്ടോ, നിനക്ക് മറ്റേ ആ ഒരു ഒത്തിരി എക്സൈറ്റ്മെന്റ് ഒക്കെ കയറി വന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ അവിടെ പോയി. ഇതിന്റെ ആ ഒരു ടെൻഷനിലും സ്ട്രെസ്സിലും ഒക്കെയാണ് ഞാൻ അഭിനയിച്ചത്. പിന്നെ ഫസ്റ്റ് ടൈം, അതായത് ഞാനൊരു വലിയ സെറ്റിന്റെ ഭാഗമായിട്ടില്ല. അപ്പൊ DOP എന്ന് പറഞ്ഞാൽ അരവിന്ദ് കശ്യപ്, നമ്മുടെ കാന്താരൊക്കെ DOP, അദ്ദേഹം ഉണ്ടായിരുന്ന ഷെഡ്യൂളിലായിരുന്നു ഞാനും. നമ്മുടെ ജയൻ ചേട്ടൻ, സച്ചി സാറിന്റെ അസോസിയേറ്റ്, ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരിരിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു സ്കൂൾ സീനായിരുന്നു, ക്ലാസ് റൂം, കുറെ പിള്ളേരിരിക്കുന്നു. ഷമ്മിച്ചേട്ടനാണ് എൻ്റെ ഓപ്പോസിറ്റ്. അത് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ അതിന്റെ കൂട്ടത്തിൽ വയറിളക്കം പറയണോ, അയ്യോ അതൊരു കഥയായിരുന്നു. എന്നാലും ഐ മാനേജ് ഇതെല്ലാം വെച്ചോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഷോട്ടിനിടയ്ക്ക് ഞാൻ പോകും. എന്നാലും ഇപ്പൊ ഇങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുമ്പം ആക്ട് ഒക്കെ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും എപ്പോഴും ഉണ്ടാവും. അതിന്റെ ഇപ്പോഴും ഉണ്ട്. അത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് അഭിനയിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാം. ആങ്സൈറ്റി എപ്പോഴും ഒരു ഷോട്ട് വിളിക്കുന്ന മുമ്പ് നമുക്ക് എന്തായാലും ഒരു ടെൻഷൻ വരും. മമ്മൂക്കിക്ക് വരാ ടെൻഷൻ ഉണ്ട്. പിന്നെ നമ്മളെ പോലെ ചെറിയ ആൾക്കാരെ പറ്റി ഇപ്പോഴത്തെ ഒരു ടോക്ക് ഓഫ് ദി ടൗൺ എന്ന് പറയുന്നത് നമ്മുടെ DC മൂവിയാണ്. കണ്ടായിരുന്നോ? DC കണ്ടു. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? DC മൂവി ആക്ച്വലി അത് നല്ല പടമാണ്, ടു ബി ഓണസ്റ്റ്. അത് കേരളത്തിൽ ഭയങ്കര ഹിറ്റായില്ലേ. നമ്മുടെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്, കേരളത്തിലെ ഓഡിയൻസ് ഭയങ്കര സ്മാർട്ടാണ്. ദേ ആർ ഓൾവേസ് ഇവോൾവിങ്. കാരണം ലോകത്തിലുള്ള എല്ലാ സിനിമകളും കാണുന്ന ഒരേ ഒരു നാട് കേരളമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒരു ഇൻഡസ്ട്രിയിലെ ആൾക്കാർ, വേറെ ഒരു ആൾക്കാർ ഇത്രയും പടങ്ങൾ കാണില്ല. സോ നമ്മള് ഒരു പടം ഇറക്കുമ്പോഴത്തേക്കും അവർ കമ്പയർ ചെയ്യുന്ന ലോകം മൊത്തം ഇറങ്ങുന്ന പടങ്ങൾ, ഹിറ്റായ പടങ്ങൾ വെച്ചായിരിക്കും കമ്പയർ ചെയ്യുക. അപ്പോൾ റിഗാർഡ്ലെസ് ഓഫ് പടം, അതായത് ഐ മീൻ ദ സ്റ്റാർ ആക്ടിങ് ഇൻ ഇറ്റ്, കേരളത്തിൽ മാത്രമേ ഉള്ളൂ തോന്നുന്നു. അതായത് ഒരു നടനെ വെച്ച് പടം, ഇന്ന നടനെ അഭിനയിച്ചുകൊണ്ട് ആ പടം ഹിറ്റാവും എന്നല്ലാതെ, ആ പടം നല്ലതാണെങ്കിൽ, അതിൻ്റെ സ്റ്റോറി നല്ലതാണെങ്കിൽ, അതിൻ്റെ മേക്കിംഗ് നല്ലതാണെന്നെങ്കിൽ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യും. അതുതന്നെയാണ് എൻ്റെ കോൺഫിഡൻസും. ആസ് എ ന്യൂ കമ്മർ, എനിക്ക് വലിയ ഫാൻ ബേസ് ഒന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് നല്ലൊരു പടം ചെയ്തു കഴിഞ്ഞാൽ ആ പടം ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഐ എം റിയലി ഗ്ലാഡ് ഞാൻ ഇങ്ങനെ കേരളത്തിൽ ജനിക്കാൻ പറ്റിയൊരു, കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ പറ്റിയ ഐ എം റിയലി ഹാപ്പി. ബിക്കോസ് ഇങ്ങനെ ഒരു ഓഡിയൻസ് ഉള്ളതുകൊണ്ട് ഓൾവേസ് വെൽക്കമിങ് ന്യൂ കമ്മേഴ്സ്. ഐ എം റിയലി ഗ്ലാഡ്. അതുകൊണ്ട് ഇപ്പോൾ DC ആണെങ്കിലും ലോകേഷ് കനകരാജ് ഈസ് എ ഗ്രേറ്റ് ഡയറക്ടർ. പുള്ളിക്കാരൻ ചെയ്ത പടങ്ങൾ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പടം ഐ തിങ്ക് DC കേരളത്തിലാണ് കുറെ കൂടെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയെന്ന് തോന്നുന്നു. ബാക്കിയുള്ള നാടുകളെ അപേക്ഷിച്ച് കേരളത്തിൽ കുറെ കൂടെ റീച്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഒബ്വിയസ്ലി ദ ഫിലിം ഇസ് ഗുഡ്, അതിൻ്റെ മേക്കിംഗ് നല്ലതാണ്. സോ അതുകൊണ്ട് അത് അവർ അക്സെപ്റ്റ് ചെയ്തു. ലോകേഷ് കനകരാജ് എന്ന് പറഞ്ഞ ആക്ടർ അവർ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ വാമിക ഗബ്ബിക്ക് ഓൾറെഡി നമ്മുടെ കേരളത്തിൽ ഫാൻ ബേസ് ഉണ്ടല്ലോ, ഒരു ക്രഷ് അടിച്ചിരുന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനിരുദ്ധത്തിൻ്റെ മ്യൂസിക്, ഞാൻ ഓൾവേസ് ഒരു BGM ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഇരുന്ന് മറ്റേ ഈക്വലൈസ് ചെയ്ത് ഇങ്ങനെ പെർഫെക്റ്റ് സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഭയങ്കര ഒരു നെറ്റ് പിക്കിങ് സ്വഭാവം ഉണ്ട് എനിക്ക്. തിയേറ്ററിൽ പോയാണെങ്കിൽ ആ കറക്റ്റ് 2 സീറ്റ് കിട്ടിയില്ല ഞാൻ പോവില്ല, അങ്ങനത്തെ കുറച്ച് ഭ്രാന്തൊക്കെ ആയിരിക്കും. ഈവൻ ഇയർഫോൺസ് ആണെങ്കിലും ഞാൻ അത് ഈക്വലൈസ് ചെയ്യും കറക്റ്റ് സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബിക്കോസ് പടങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ദ ബിഗ്ഗസ്റ്റ് തിങ് ഇസ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ആ ഒരു സ്കോർ ഉണ്ടെങ്കിൽ ആ പടത്തിനെ ഒരു പടത്തിനെ എലിവേറ്റും ചെയ്യാം, നമുക്ക് താഴത്തോട്ട് കൊണ്ടുവരികയും ചെയ്യാം. അത് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കാണ്. ആൾക്കാരെ പിടിച്ചിരുത്തുന്നതും അഭിനയവും എല്ലാമാണ്, പക്ഷേ മ്യൂസിക് പ്ലേസ് എ ഹ്യൂജ് ഇമ്പോർട്ടൻസ്. അപ്പം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു ചെറിയ സീൻ അല്ലെ ഒരു ഷോട്ട്, ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ ഇമോഷണലായിട്ട് നിൽക്കുന്ന ഷോട്ടാണ്, ആ ഷോട്ടിൻ്റെ മ്യൂസിക് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ സീനിലും നമ്മളെങ്ങനെ ആ സീനിനെ കാണുന്നു എന്നുള്ള വ്യത്യാസം മാറില്ലേ. സോ മ്യൂസിക്കിന് ആ ഒരു പവറുണ്ട്. അത് DC-യിൽ നല്ല കിടിലമായിട്ട് അനിരുദ്ധ് ചെയ്തു. ബിക്കോസ് ഹി ഹാസ് ദ റെപ്യൂട്ടേഷൻ. പുള്ളി ചെയ്യുന്ന എല്ലാ പടങ്ങളും നല്ല ഗംഭീരമായിട്ട് പുള്ളി ചെയ്തു വയ്ക്കും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു ഐ തിങ്ക് മ്യൂസിക് DC-യിൽ ഇറ്റ് പ്ലേഡ് ദ ബെസ്റ്റ്. അതായത് ഭയങ്കര അത്രയും ഇമ്പോർട്ടൻസ് ആ ഒരു പടത്തിന് ആ മ്യൂസിക് ഉള്ളതുകൊണ്ടാണ് കിട്ടിയത്, അത്രയും എലിവേറ്റ് ആവുന്നതും. ഓക്കെ, മ്യൂസിക് ഇല്ലാതെ ഒന്നും ഒരു പരിപാടി നടക്കില്ല. പിന്നെ ചില സിനിമയിൽ ആ ഒരു സൈലൻസ്, ആ ഒരു സീന് ഡിസേർവിംഗ് ആണ്. അതും തന്നെ ആ മ്യൂസിക് ഡയറക്ടറുടെ ഇതനുസരിച്ചിരിക്കും. ഇന്ന സീനിൽ ഇപ്പോൾ KGF എടുത്തു പോകുകയാണെങ്കിൽ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് KGF, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇപ്പോൾ KGF 2-ൽ രവി ബസ്രൂർ
അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണ് ഞാൻ. അദ്ദേഹം അതിനകത്ത് മ്യൂസിക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ രീതി എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. കറക്റ്റ് സൈലൻസും ആ ഒരു പോയിന്റും ഒക്കെ കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ആ പടത്തിൽ ഇത്രയും നമ്മൾ ഭയങ്കരമായിട്ട് എലിവേറ്റഡ് ആവുന്നത്. സോ യാ. ഇപ്പം നേരത്തെ വാമികയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഫ്യൂച്ചറിൽ ഒരു വലിയ ഫിലിം ചെയ്യുന്ന സമയത്ത് ആരാണ് അതിലെ ഹീറോയിൻ ആകാൻ താല്പര്യമുള്ളത്? ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഇപ്പൊ ആലോചിച്ചോളൂ. അയ്യോ, ഐ വുഡ് വാണ്ട് ടു വർക്ക് വിത്ത്, ഐ മീൻ നല്ല സിനിമയാണെങ്കിൽ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല. ആരായാലും എനിക്ക് മാക്സിമം പെർഫോം ചെയ്യാൻ പറ്റണം, ആ ഒരു റോളും പെർഫോം ചെയ്യാൻ പറ്റണം. ഐ മീൻ അതായത് ആരായാലും ഞാൻ ആരോട് അഭിനയിച്ചാലും ഏത് ടീമാണെങ്കിലും ഐ ഷുഡ് മേക്ക് തിങ്സ് ഈസിയർ ഫോർ ദം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ആരാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഐ ആം ഹാപ്പി. ഇപ്പം നമ്മൾ പൃഥ്വിരാജിനോടൊക്കെ ചോദിച്ച് കേട്ടിട്ടുണ്ട്, ഒരു 10 yearsൽ എവിടെ കാണുന്നു, എന്താണ് ആ ഒരു ഗോൾ? 10 years ആകുമ്പോഴത്തേക്കും ആസ് എൻ ആക്ടർ എവിടെ എത്തിക്കാണും? നല്ല 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 സിനിമയുടെ ഭാഗമാകാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. അതെ, കുറേ വെർസറ്റൈൽ റോൾസ് ചെയ്യാൻ പറ്റണം. ആൻഡ് എൻ്റെ ഒരു പൊട്ടൻഷ്യൽ, അതായത് ആസ് എൻ ആക്ടർ എൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും. ഇന്ന് നമുക്ക് ഒരു കൊല്ലം ഒന്ന് ബാക്കിലോട്ട് പോകും. കുറച്ച് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു കൊല്ലം ബാക്കിലോട്ട് പോകുമ്പോൾ 10 കൊല്ലത്തിൻ്റെ ഒരു കാര്യം കൂടെ പറയാം. തമിഴ് ഇൻഡസ്ട്രിയിൽ അഭിനയിക്കണമെന്നല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും നമ്മുടെ നോളൻ എല്ലാ ഇൻഡസ്ട്രിയിലും അഭിനയിക്കണമെന്നുണ്ട്. പക്ഷെ എന്നാലും തമിഴ് സിനിമ ചെയ്യണമെന്ന് എനിക്ക്. ഞാൻ ഓൾറെഡി തമിഴ് സിനിമ ചെയ്തു, കോഴിക്കോട്. അത് സെപ്റ്റംബറിൽ റിലീസാവും. ബട്ട് ഇനി നല്ല നല്ല സിനിമകൾ ചെയ്യണം എന്നുണ്ട്. ശരിക്കും ഇപ്പൊ തമിഴിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് ഡയറക്ടറിന്റെ കൂടെ ചെയ്യാനാണ് ആഗ്രഹം? നെൽസൺ, ഡയറക്ടർ. ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറയാൻ വന്നത്, നമ്മൾ ഒരു കൊല്ലം പിന്നോട്ട് പോവാണെങ്കിൽ ഒരു ഭയങ്കര ഒരു ഷാറ്റേർഡ് ആയിട്ടുള്ള ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സോ ആ യങ്ങർ സെൽഫിനെ ഇപ്പൊ കാണുകയാണെങ്കിൽ എന്ത് പറയും? നന്നായി മോനെ, വേറെ വടിക്കൊന്നും പോലും നന്നായി. അല്ല, പോയിരുന്നേലും ഞാൻ അത് ഇട്ടിട്ട് വന്നേ. ഓൾറെഡി ഞാൻ ഒരു പണി കളഞ്ഞിട്ടാണ് വന്നത്. സോ കുഴപ്പമില്ല, അങ്ങനെ തന്നെ പൊക്കോ. അടുത്ത് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടി വരുന്നുണ്ട്. ശരി, അപ്പൊ നമ്മുടെ ഇപ്പം എന്തൊക്കെ ഇനി എന്താണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഫാൻസ് എന്താണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത്? അത് എന്തൊക്കെയാണ് അപ്കമിങ് പ്രോജക്ട്സ്? എന്തൊക്കെയാണ്? കോൾ ഞാൻ ചെയ്തൊരു തമിഴ് സിനിമയാണ്, ബാംഗ്ലൂരാണ് ഫുള്ള് ഷൂട്ട് ചെയ്തത്. അതിൽ 4 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലൊരു മെയിൻ ക്യാരക്ടർ ഞാനാണ്. ഒരു മലയാളിയായിട്ട് തന്നെയാണ് ഞാനത് അഭിനയിക്കുന്നത്, ബട്ട് തമിഴ് സംസാരിക്കും. ഒരു ഫൺ ഫീൽ ഗുഡ് ഫിലിമാണത്. ഈ സെപ്റ്റംബർ ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല, ബട്ട് സെപ്റ്റംബറിൽ ഇറങ്ങും. എനിക്ക് പരിപാടി ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത വരാൻ പോകുന്ന പ്രോജക്റ്റ്, കോൾഡ് കോൾ. നല്ല അടിപൊളിയാണ്, നല്ല ഫീൽ ഗുഡ് കോമഡി ഫൺ സിനിമയാണ്. അത് കണ്ട് വിഷമമൊന്നും, ഐ മീൻ എന്താ പറയുക, ഒത്തിരി നമ്മുടെ ഹെവി ഹാർട്ടഡ് ആക്കുന്ന, അതായത് ഭയങ്കര സ്ട്രെയിൻ സ്ട്രെസ് എടുത്തിരുന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല. നൈസ് ആയിട്ടൊന്ന് ജസ്റ്റ് ഫീൽ ഗുഡ് പോവാ, എൻജോയ് ചെയ്യാൻ, കാണാൻ, സന്തോഷിക്കുക, സിമ്പിൾ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പടം. പിന്നെ ആ കോൾ സിനിമയിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞ KGF എൻ്റെ ഒരു ഫേവറേറ്റ് സിനിമയാണ്. അതിൽ അഭിനയിച്ച ദിനേശ് മംഗളൂരു, നമ്മുടെ ഷെട്ടിബായ്, മുംബൈയിലെ ഡോൺ, അദ്ദേഹമാണ് കോളിലെ വില്ലൻ. അദ്ദേഹം ഈ അടുത്ത് മരിച്ചുപോയി. ബട്ട് ഐ എം റിയലി ഹാപ്പി ദാറ്റ് യു നോ ഐ കുഡ് ആക്ട് വിത്ത് ഹിം, ആക്ട് അലോങ് സൈഡ് ഹിം. അതൊരു ഭയങ്കര ഒരു, ഞാൻ പറഞ്ഞില്ല നേരത്തെ, വിശ്വാസം. മേ ബി അതൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്. സോ ഇറ്റ് വാസ് ഗുഡ് എക്സ്പീരിയൻസ് ആൻഡ് ഐ റിയലി ഹോപ്പ് കോൾ ബിക്കംസ് ഹിറ്റ്. ശരിക്കും ആ ഒരു മൊമെന്റ് എങ്ങനെയാണ് റിയലൈസ് ചെയ്യുന്നത്? അതായത് ആഗ്രഹിച്ച കാര്യം മേ ബി ആഗ്രഹിച്ചതിനെക്കാട്ടിൽ വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാവുമല്ലോ. എങ്ങനത്തെ ഇത് ശരിക്കും നടക്കാണോ അങ്ങനെ തോന്നാറുണ്ടോ? അത് ഞാനൊരു റീൽ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ പല കാര്യങ്ങളും ആഗ്രഹിക്കും. അപ്പോൾ അതൊരു റീലോ പോസ്റ്റോ എന്താ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം ആ ആഗ്രഹം നിനക്ക് ഡയറക്റ്റ്ലി കൊണ്ടുതരാണോ, അതോ ആഗ്രഹം സാധിക്കാനുള്ള വഴികൾ നിനക്ക് കാട്ടിത്തരുവാണോ? അപ്പോൾ അത് നല്ലൊരു കിടിലം റീലായിരുന്നു ഞാൻ കണ്ടത്. ആക്ച്വലി ആ ഒരു ആഗ്രഹം സാധിക്കാനുള്ള വഴികളായിരിക്കും ഇതൊക്കെ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ബിലീവ് ചെയ്യുക, പയ്യെ ഓരോന്നൊക്കെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ആ ഒരു മൊമെന്റ് എനിക്കിപ്പോഴും അത് എങ്ങനെ ആ മൊമെന്റ് എങ്ങനെ അത് ഉൾക്കൊള്ളൂ എന്നുള്ളത് എനിക്ക് അത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് ഇതാവും. അതായത് നമ്മളപ്പോൾ അത് ചില സമയത്ത് റിയലൈസ് ചെയ്യും, പെട്ടെന്ന് റിയലൈസ് ചെയ്യും, ചിലപ്പോൾ റിയലൈസ് ചെയ്യൂല. അത് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ടായിരിക്കും റിയലൈസ് ചെയ്യുക.
അപ്പോൾ അത് ഇപ്പം നമ്മളിങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഓ ശരിയാണല്ലോ നമ്മളിങ്ങനെയൊക്കെ ആഗ്രഹിച്ചു ഇറ്റ്സ് അത് അങ്ങനെ ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഗോളൊക്കെ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാറുണ്ടോ? ഈ ഗോളൊക്കെ, അതായത് ഇന്ന ആക്ടറിന്റെ കൂടെ, അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടോബി. ഇല്ലില്ല, ഞാൻ അങ്ങനെ ഇന്ന ആക്ടറോട് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടില്ല. ഞാൻ അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്ഷൻ അങ്ങനെ. പ്രൊഡക്ഷൻ ഒബ്വിയസ്ലി വലിയ വലിയ പ്രൊഡക്ഷനുകളോട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മമ്മൂട്ടി കമ്പനികളോട് എനിക്ക് വർക്ക് ചെയ്യണം. അത് അവരുടെ ഒരു പ്രൊഫഷണലിസം അത് ഭയങ്കര ഭീകര പരിപാടിയാണ്. അതെ, മമ്മൂട്ടി കമ്പനി മമ്മൂക്കയുടെ പടങ്ങളാണ് ചെയ്യുക. അപ്പം അതിൻ്റെ ഒരു ഭാഗമാവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ബിക്കോസ് അവരുടെ ആ ഒരു ഞാൻ കുറേ കേട്ടിട്ടുണ്ട് ദ വേ ദി വർക്ക്. കുറേ ഓരോ പ്രൊഡക്ഷനും ഓരോ രീതിയിലല്ലേ വർക്ക് ചെയ്യുക. അപ്പോൾ അവരുടെ പ്രൊഡക്ഷനെ പറ്റി ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. സോ ഐ ഹോപ്പ് വൺ ഡേ ഐ വുഡ് ബി ഏബിൾ ടു മേക്ക് ഇറ്റ് മമ്മൂട്ടി കമ്പനി. അങ്ങനെ അതല്ലാതെ ഐ വോണ്ട് വർക്ക് വിത്ത് ഐ വോണ്ട് എന്താ പറയുക എനിക്ക് കുറേ പേരോട് വർക്ക് ചെയ്യണം. ഐ വോണ്ട് മീറ്റ് ന്യൂ പീപ്പിളിനെ. അപ്പോൾ അവരുടെ ഒരു ഐഡിയോളജീസും പിന്നെ എന്നെ നന്നാക്കാൻ ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അതിന് എൻ്റെ കൂടെയുള്ള കുറേ ആൾക്കാരും കൂടെ വിചാരിക്കണം. ഒരു സിനിമ സക്സസ്ഫുൾ ആവണമെങ്കിലും എല്ലാവരും ഞാനിപ്പോൾ 100% ഇട്ടാലും ബാക്കി എല്ലാവരും അതേ ഒരു പെർസെൻറ്റേജ് ഇട്ടാൽ മാത്രമേ ആ പടം മൊത്തത്തിൽ എലിവേറ്റ് ആവുള്ളൂ. ഞാൻ മാത്രം ഇട്ടിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്ന ആൾക്കാർ. അവർ ഇവനൊരു ചെറിയ കാര്യമാണെങ്കിലും ദർ വെരി ഡീറ്റെയിൽഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ പിന്നെ ചില കാര്യങ്ങൾ കുറേ കൺസ്ട്രെയിൻസ് ഉണ്ടാവും, സമയം, മണി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം നമുക്ക് ആ സമയം കുറച്ച് എന്താ പറയുക, യു ക്യാൻ ഫീൽ ഇറ്റ് ഫ്രം ദം. അപ്പം അങ്ങനെ ഉള്ള ആൾക്കാരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എല്ലാം നടക്കട്ടെ. നമ്മളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ ഈ ഓണം സദ്യയുടെ കൂടെ തന്നെ എക്സൈറ്റഡ് ആവുന്ന ഒരു കാര്യമാണ് ഓണം റിലീസസ് അല്ലേ. ഒരുപാട് ഫിലിംസ് എല്ലാ ഓണത്തിനും ഇങ്ങനെ വെക്കേഷൻ ഏത് ഫിലിം കാണാം എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു തോട്ട് പ്രോസസ് എന്ന് പറയുന്നത്. ഇപ്പോഴും ഒരുപാട് റിലീസസ് വരുന്നുണ്ട്, മുന്നേയും ഉണ്ടായിട്ടുണ്ട്. സോ ഇത് രണ്ടും എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏതിനൊക്കെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ പടത്തിലും ഞാൻ ഫസ്റ്റ് തന്നെ പോയി കാണും. 3 ഗംഭീര പടങ്ങളാണ്, 3 ഗംഭീര ആക്ടേഴ്സാണ്. ഒബിയസ്ലി ഖലീഫ, രാജുവേട്ടൻ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനൊക്കെ ആണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി, ദ വേ ഹി ഈസ്, എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് പുള്ളിക്കാരൻ. പിന്നെ ഓഫ് കോഴ്സ് ഡി ക്യുവിനെ നമ്മുടെ സ്വാഗ്, ഡി ക്യുവിൻ്റെ സ്വാഗ് ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിന് മാത്രമുള്ളൊരു സാധനം. അതായത് പുള്ളിയുടെ ഒരു അഭിനയിക്കുമ്പോൾ ഒരു സ്വാഗ് ഉണ്ട്. എല്ലാ ഡയലോഗ് ഡെലിവറി ആയാലും പുള്ളിയുടെ ഒരു നടത്തമായാലും എന്ത് ആക്ടിവിറ്റീസ് ചെയ്യുന്നതായാലും അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഗ് ഉണ്ട്. ഒബ്വിയസ്ലി പിന്നെ എൻ്റെ ട്രെയിലറൊക്കെ കിടില, ഭയങ്കര കോമ്പറ്റീഷനാണ് ഇപ്പോൾ ഈ 3 പടങ്ങളും. എന്താ എല്ലാം ഒന്നിനൊന്ന് വെച്ച്. സോ പിന്നെ നിവിൻ പോളി എന്താ പറയുക, ഒബ്വിയസ്ലി ഐ ലുക്ക് അപ്പ് ടു മൈ അഡ്മയർ ഹിം. ബിക്കോസ് അദ്ദേഹവും മറ്റേ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നാണല്ലോ. അപ്പോൾ ഹി ഈസ് ഓൾസോ ആൻ ഇൻസ്പിറേഷൻ ടു മീ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടം, പിന്നെ അദ്ദേഹത്തിൻ്റെ മാത്രം നല്ലൊരു കോമഡി ടൈമിങ്ങും അദ്ദേഹത്തിൻ്റെ മൈന്യൂട്ട് ചെറിയ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. പുള്ളിയുടെ ഒരു ഇന്നസെൻസ് ഉണ്ടല്ലോ, ഓരോ സീൻ അഭിനയിക്കുമ്പോൾ ഓരോ ഇന്നസെൻസ് ഭയങ്കര രസമാണ്, ഭയങ്കര കണ്ടുകൊണ്ടിരിക്കുക ഭയങ്കര രസമാണ്. അപ്പോൾ ബദ്ലേം കുടുംബ യൂണിറ്റ്, അങ്ങനെ ഗിരീഷേടിയുടെ പടം. ഓക്കെ, ഇത്ര ഫിലിംസ് ഉണ്ട്, പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഏത് ഫിലിംസാണ്? ഞാൻ പറയില്ല, ഞാൻ 3 പടങ്ങളും എന്തായാലും ഫസ്റ്റ് തന്നെ പോയി കാണും. ബിക്കോസ് 3 വ്യത്യസ്തമായിട്ടുള്ള ഫിലിംസ് ആണ്. ഒബ്വിയസ്ലി 3 great actors and 3 great directors. I am game നാസിക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇറ്റ്സ് എ റിയലി നൈസ് മാൻ. അപ്പോൾ RDX കൊണ്ട് നമ്മളെല്ലാവരെയും കയ്യിലെടുത്ത വ്യക്തിയാണ്. പിന്നെ ഖലീഫ, വൈശാഖ് സാറിൻ്റെയും പടങ്ങൾ, എത്ര പടങ്ങൾ നല്ല മാസ് പടങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന പരിപാടിയിൽ നിന്നും നമുക്ക് കാണാൻ പറ്റും. പിന്നെ രാജുവേട്ടൻ ഉണ്ടല്ലോ അതിൽ, രാജുവേട്ടൻ്റെ ഫൈറ്റും, രാജുവേട്ടൻ്റെ ഫൈറ്റ് രക്ഷയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഫൈറ്റ് അഡ്മയർ ചെയ്യുന്ന 2-3 ആൾക്കാരുണ്ട്. അതിൽ ഒരാൾ രാജുവേട്ടനാണ്. പുള്ളിക്കാരൻ്റെ ഫൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് ഫീൽ ചെയ്യും. അടി ആ ട്രെയിലർ കട്ടിലൊക്കെ അവസാനത്തെ ഒരു ഇടി ഉണ്ടല്ലോ, അയ്യോ കോട്ടൊക്കെ ഇട്ടിട്ട് ഫുൾ മാസമായിരിക്കും. അപ്പോൾ ഖലീഫ, അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ഇത്ര മാസമൊക്കെ കാണുമ്പോൾ ഇടയ്ക്കൊരു ഫീൽ ഗുഡ് ഉണ്ടാണല്ലോ. അപ്പോൾ ബദലായും കുടുംബ യൂണിറ്റ്, വേറെ എന്ത് വേണം? ഇപ്പം ഭയങ്കര ഇപ്പം ഒരുപാട് ഫിലിംസ് കാണാറുള്ള ആളാണോ? മീൻസ് ഒരു കുറച്ച് ടൈമൊക്കെ കിട്ടുന്ന സമയത്ത് അത് ഒത്തിരി ഫിലിംസ് കാണുന്ന ആളാണോ? എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഫിലിംസ് കാണും. പിന്നെ എൻ്റെതായ കുറച്ച് ചില ഫിലിംസ് ഉണ്ട് ഞാൻ കാണുന്നത്. എനിക്ക് കോമഡി ഫിലിംസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മാസ് ആക്ഷൻ ഫിലിംസ് ആണ്. അപ്പം അതിൽ നിന്നൊക്കെ ഇങ്ങനെ പഠിക്കോ ചില
മാനറിസംസ് ഒക്കെ? മാനറിസംസ് അത് അവർ കൊടുക്കുന്ന മാനറിസംസ് അല്ലേ, അത് ഞാൻ മിക്കപ്പോഴും മീൻസ് അതുപോലെ കിടാനായിട്ടുള്ള ഒരു അത് അവർ ഒബ്വിയസ്ലി ഞാൻ ഇപ്പോൾ പണ്ടോട് ഞാൻ മമ്മൂക്കയുടെ പടങ്ങൾ ഒത്തിരി കാണുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതായത് എങ്ങനെയാണ് ഓരോ ആക്ടേഴ്സും ഓരോ രീതിയിലാണല്ലോ ഓരോ ഇമോഷൻസ് കൺവേ ചെയ്യുക. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇതൊക്കെ നമുക്കൊരു ലേണിംഗ് ആണ്, ഒരു പാഠപുസ്തകമാണ്, ലൈഫ് ബുക്കാണ് സിനിമ. അപ്പോൾ അത് അവർ ചെയ്യുന്നത് നമുക്ക് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവർ എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ടാണ് അത് ചെയ്യുന്നത് അത് വെച്ച് നോക്കി നമുക്കും നമ്മളെ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക. അപ്പോൾ അവരുടെ ആ ഒരു മൂമെൻറ്റ്സും പിന്നെ സിനിമ കുറച്ചുകൂടെ ടെക്നിക്കലാണല്ലോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആലോചിച്ച് പോകും. ഓക്കെ, പിന്നെ ചില സമയത്ത് ചില സീൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ അത്ര മുഴുകിപ്പോവും, നമ്മൾ വേറെ ഒന്നും ആലോചിക്കില്ല. ഓ ഇങ്ങനെ ഇരിക്കും. അത് മ്യൂസിക്കൊക്കെ വരുമ്പോഴത്തേക്കും തന്നെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്നതാണ് മ്യൂസിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഞാൻ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു സെഗ്മെൻ്റാണ്. ഇവിടെ അങ്ങനത്തെ സെഗ്മെൻ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യണം നമ്മുടെ റാപ്പിഡ് ഫയർ സെഗ്മെൻറ്റ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ റാപ്പിഡ് ഫയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ റാപ്പിഡ് ഫയർ സ്റ്റാർട്ട് ചെയ്യാം. സോ റാപ്പിഡ് ഫയർ എന്ന് വെച്ചാൽ അറിയാമായിരിക്കുമല്ലോ, കുറച്ച് സ്പീഡായിട്ട് നമുക്ക് എന്താണ് ഇത് കൂടുതലും നമ്മൾ ഈ ഒരു വൺ വേർഡാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് പേരുടെ പേര് പറയും. സോ അവരുടെ പേര് കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് എന്താണോ തോന്നുന്നത് അത് പടപടി എന്ന് പറയുക. സോ നമ്മുടെ കസിൻസ് ആൻഡ് കല്യാണത്തിലെ കുറച്ച് ആൾക്കാരുടെ പേരുണ്ട് ആദ്യമേ. സോ സിദ്ധാർത്ഥ്, ഫണി, നന്ദിത, എംപത്തറ്റിക്, മനസ്വിനി, മോഡൽ, നൈനിത, മെച്ചൂർ, മന്യ, ക്യൂട്ട്, ലാലേട്ടൻ. കസിൻസ് കല്യാണത്തിലില്ല, പക്ഷെ ഞങ്ങളുടെ ടീം ചെയ്തതിലുണ്ട്. ഇതിലില്ലെന്നുള്ളതേ ഉള്ളൂ. നമ്മളിനി അല്ലാണ്ട് എല്ലാവരുടെയും കാര്യം ചോദിക്കണം. ഓക്കെ, ശരി. ലാലേട്ടൻ, കംപ്ലീറ്റ് ആക്ടർ. മമ്മൂക്ക, മെഗാസ്റ്റാർ. ശരി. തിലകൻ, അതൊരു ബന്ധമില്ലല്ലോ. ശബ്ദം. ഈ ശബ്ദത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ കസിൻസ് ആൻഡ് കല്യാണംസ് കാണുമ്പോൾ ഒരു 16 ഇയേഴ്സിന്റെ ഒരു ഏജ് ചെയ്യുന്ന സമയത്ത് ഡബിങ് സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷെ ഭയങ്കര ഭയങ്കര കുട്ടി സൗണ്ടായിട്ട് തോന്നുന്നത്. അതെന്താ അങ്ങനെ ഒരു വ്യത്യാസം? അത് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ, ഒരു ആർക്ക് എന്നുള്ള രീതിയിൽ 16 വയസ്സാകുമ്പോഴത്തേക്കും ഭയങ്കര ശബ്ദമൊന്നും ഉണ്ടാവില്ലല്ലോ. കുറച്ചൊന്നൊരു ശബ്ദം ഈ ബേസ് അത്ര കാണത്തില്ല. അപ്പൊ അതൊന്ന് കട്ട് ചെയ്ത് ഞാൻ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കോ? അല്ല, ഞാൻ ഇങ്ങനെയാണ് അതിൽ പറഞ്ഞത്. അപ്പൊ ഇതൊരു കുറച്ചൊരു കുട്ടിത്തം ഫീൽ ആവില്ലേ ഈ ഒരു ശബ്ദം വരുമ്പോ? അല്ലാതെ നേരെ മറിച്ച് ഈ ഒരു ശബ്ദം വരുമ്പോഴത്തേക്കും ആ ഒരു 16 വയസ്സിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വർക്കാവില്ലല്ലോ. ഒരു സംഭവമാണല്ലേ. ഓക്കെ, അടുത്തത് ജഗദീഷ് ശ്രീകുമാർ, ബെസ്റ്റ് ആക്ടർ. വിജയ്, സിഎം. ഓക്കെ, സൂര്യ, ചാമിങ്. ശരി, ഇനി കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ആസിഫ് അലി, സിമ്പിൾ മാൻ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കൂടെ നമ്മൾ ആ ഒരു അങ്ങനെ ടേൺ ചെയ്ത് വരുന്ന ആ സംഭവം ഇങ്ങനെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. സോ അത് ആ ഒരു ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊരു ഫീലിന് വേണ്ടി ഒന്നും ചെയ്തില്ല. അപ്പോൾ അവിടെ എന്താ പറയാ, ഒരു ആഡിന്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ഷോട്ടാണ് അത്. ജസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതുകൊണ്ട് ഞാൻ വിളിച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്തിടാം, നൈസായിരിക്കും. അപ്പോൾ ഡയറക്ടറിന് ആ ഷോട്ട് ഭയങ്കരമായിട്ട് വർക്കായി. അപ്പോൾ ഓക്കെ, ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് ഇട്ടുന്നുള്ളൂ. ഞാൻ ആസിഫിക്കയുടെ കൂടെ നിൽക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് ഓക്കെ ആസിഫിക്കയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ റീല് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ടതേ ഉള്ളൂ. വർക്കായി, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ആളെങ്ങനെ ഉണ്ടായിരുന്നു സംസാരിക്കാനൊക്കെ? ഭയങ്കര നൈസ്, ഫ്രണ്ട്ലി ആണെന്ന് കേട്ടിട്ടുണ്ട്. മാനാണ്, വെരി വെരി സിമ്പിൾ മാൻ. ഓക്കെ, ഇനി ടൊവിനോ, വെരി ഫ്രണ്ട്ലി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ടോവി ചേട്ടൻ. വെരി നൈസ് ടു വർക്ക് വിത്ത് ആസ് വെൽ. പൃഥ്വിരാജ്, രാജന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ പുള്ളിയുള്ള സിനിമയിലുണ്ടായിരുന്നു. അപ്പൊ നേരിട്ട് കണ്ടു ഞാൻ. അതിന്റെ ഡയറക്ടർ ഞാൻ ചേട്ടൻ പറഞ്ഞു ഒരു ദിവസം, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാണാൻ. അപ്പോൾ എടാ ഞാൻ വിളിക്കാം, അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ ഒരു ദിവസം വിളിച്ചു. വാസത്തിലേക്ക് വാന്ന് പറഞ്ഞിട്ട്, രാജേട്ടൻ്റെ അഭിനയൊക്കെ കണ്ടിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി ഒരാഴ്ച ഞാൻ അവിടെ നിന്ന്. ഒരാഴ്ച അവിടെ നിന്ന് 3 to 4 days, ഒരാഴ്ചയല്ല. അപ്പോൾ ആ ടൈമിൽ ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടു, സംസാരിച്ച്. ഉറങ്ങാൻ പറ്റിട്ടുണ്ടാവില്ലേ? ഓ അമ്മോ, ലൈക്ക് പേഴ്സണാലിറ്റി, ഒരു ഓറ ഉണ്ടല്ലോ മനുഷ്യന്. എൻ്റെ അമ്മേ, ഭീകരോട്ടത്. ഞാൻ ഞെട്ടിത്തിരിച്ച് കൂരിത്തിരിച്ച് എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല. ഞാൻ ഇങ്ങനെ സ്റ്റക്കായി നിന്ന് പോയി. അന്ന് എന്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു. വിഷൊക്കെ ചെയ്ത പുള്ളി കൊടുത്തു. സെറ്റിലുള്ള ചെറിയ
കുറച്ച് ഓക്കെ അടുത്തത് സുരേഷ് ഗോപി. സുരേഷ് ഏട്ടൻ. സുരേഷ് ഗോപി വേറെ ഒന്നും അതിന് പറയാൻ വേറെ എന്താ ഞാൻ പറയാ, ഈസ് പുള്ളിക്ക് ഒരു വീര മനുഷ്യൻ. എൻ്റെ അമ്മോ, ലവിങ് അങ്ങനെ. ഓക്കെ ശ്രുതി. അതാരാ? ഞാൻ എന്തെങ്കിലും ഒരു സോറി അല്ലേ, എന്തെങ്കിലും പറ. സോറിയോ? സോറി ഫോർ മീ. ഇവിടെ വന്നല്ലോ ഞാൻ. ഏത് നേരത്താണോ? ഓക്കെ, അപ്പൊ നമ്മുടെ റാപ്പിഡ് ഫയർ കഴിഞ്ഞിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരും ആക്ടിങ് പാഷനേറ്റ് ആയിട്ടുള്ള ഒരുപാട് പേർക്കും ഒരു എന്താ, അവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളാണ് അവർക്കൊക്കെ. സോ അവരോട് എന്താ പറയാനുള്ളത്? ഇങ്ങനെ മേ ബി നമ്മളൊരു 1 year ബിഫോർ പറഞ്ഞ ആ ഒരു ഷാറ്റേർഡ് ആയിട്ടിരിക്കുന്ന ഒരുപാട് പേരും ചിലപ്പോൾ മേ ബി കാണുന്നുണ്ടാവും. സോ അവരോട് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? ഡോണ്ട് ഗിവ് അപ്പ്. ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹം വെച്ചുകൊണ്ട് തന്നെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ചിലപ്പോൾ ഇപ്പോൾ ഒന്നും വരില്ല, ചിലപ്പോൾ നാളെ ഒന്നും വരില്ല, അടുത്ത മാസമോ അടുത്ത വർഷമോ ചിലപ്പോൾ ഒന്നും വന്നിരിക്കില്ല. ബട്ട് ദെൻ ഇഫ് യു കീപ്പ് ഓൺ ട്രൈയിങ്, ഐ തിങ്ക് സം ഡേ യു വിൽ മേക്ക് ഇറ്റ് ഫോർ ഷുവർ. സോ ഡോണ്ട് ഗിവ് അപ്പ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പം എല്ലാവർക്കും ഒരു വലിയ ഇൻസ്പിറേഷനാണ്. ഒരുപാട് ഡ്രീംസ് ഉണ്ട്. ഇത്രയും അടിപൊളിയായിട്ടൊക്കെ ഡ്രീം ചെയ്യുന്ന ആൾക്കാരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എനിക്കും ഭയങ്കര ഡ്രീം ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. സോ ആ ഒരു ഡ്രീം ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അതെ, ഇപ്പൊ പറഞ്ഞ പോലെ തമിഴ് അങ്ങനെയല്ല, എല്ലായിടും ഇപ്പം നോളൻ വരെ ഞങ്ങൾക്ക് കാണാൻ കഴിയണം എന്ന്, അതായത് അദ്ദേഹത്തിന്റെ ഫിലിമിൽ വരെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് വൈ നോട്ട് അല്ലെ, എന്തുകൊണ്ട് കാണാൻ സാധിക്കില്ല? തീർച്ചയായിട്ടും പറ്റും. അതെ, അത് മാത്രമല്ല എസ്പെഷ്യലി പീപ്പിൾ ഫ്രം കേരള റിയലി ടാലന്റഡ്. അതുകൊണ്ട് അവർക്ക് എവിടെ വേണമെങ്കിലും എത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നല്ല അടിപൊളിയായിട്ട് കരിയർ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. കുറേ ഫിലിംസ് ഒക്കെ ചെയ്തിട്ട് വീണ്ടും വരണം ഞങ്ങളുമായിട്ട് ഇന്റർവ്യൂ തരാനായിട്ട്. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ശ്രുതി.